ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലളിത സഹസ്രനാമം, ലളിതോപാഖ്യാനം. ഈ രണ്ട് കൃതികളും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അന്തർലീനമായി കിടക്കുന്നതാണ്. ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരഖണ്ഡം, 3 ഖണ്ഡമാണ്. പ്രഥമഖണ്ഡം, മധ്യഖണ്ഡം, ഉത്തരഖണ്ഡം. ഉത്തരഖണ്ഡത്തിൽ ലളിത സഹസ്രനാമ പ്രകരണമുണ്ട്. അതിൽ തന്നെയാണ് ലളിതോപാഖ്യാനവും കിടക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിന് 3 ഭാഗമാണ് ഈ പ്രകരണത്തിന്. ആദ്യത്തേത് ഉപക്രമം, രണ്ടാമത്തേത് സഹസ്രനാമം, മൂന്നാമത്തേത് അതിൻ്റെ ഫലശ്രുതി. അതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, ദേവീപാസന ചെയ്യുവാനുള്ള, അതിൽ ആഗ്രഹം തോന്നുവാനുള്ള കാരണം എന്താണ്? ഈ ജന്മത്തിൽ ഒരു ദേവീഭക്തനായി മാറുവാൻ ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ മുരുകക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ പോകാതെ എനിക്ക് കൂടുതൽ താല്പര്യം ദേവിയോട് തോന്നുവാൻ, അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോകുക, ദേവിയുടെ കീർത്തനങ്ങൾ സ്തുതികൾ പാരായണം ചെയ്യുക, ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെ എനിക്ക് തോന്നുവാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുവാനുള്ള കാരണം എന്താണ് എന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്. ഏന അന്യദേവതാ നാമ കീർത്തിതം ജന്മകോടിഷു തസ്യ ഏവ ഭവതി ശ്രദ്ധ ശ്രീദേവി നാമകീർത്തനെ. ഏന യാതൊരുത്തനാൽ അന്യദേവതാ നാമകീർത്തിതം, മറ്റുള്ള ദേവതമാരെ കീർത്തിക്കുക, കോടിക്കണക്കിന് കഴിഞ്ഞ കോടിക്കണക്കിന് ജന്മങ്ങളിൽ മറ്റ് ദേവതമാരുടെ നാമങ്ങൾ ഉച്ചരിച്ച് ആ ദേവതമാരെ ഉപാസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ജന്മത്തിൽ ദേവീപാസനയ്ക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ. ഏന അന്യദേവതാ നാമകീർത്തിതം ജന്മകോടിഷു തസ്യ ഏവ ഭവതി ശ്രദ്ധ. ആ ഒരു വ്യക്തിക്ക് മാത്രമേ ശ്രദ്ധ ഭവിക്കുകയുള്ളൂ. ശ്രീദേവി നാമകീർത്തനെ, ശ്രീദേവിയെ എന്ന് പറഞ്ഞാൽ ദേവി, ശ്രീ ഭഗവതി, ഭദ്രകാളി, ഭുവനേശ്വരി, പാർവതി മുതലായ ദേവിമാരെ ഉപാസിക്കുവാൻ കാരണമാണ്. ആ മുൻ ജന്മത്തിലുള്ള ഉപാസനയുടെ ഫലമായി മാത്രമേ ഈ ജന്മത്തിൽ ഒരു ദേവി ഭക്തനായി മാറുവാൻ സാധ്യമാവുകയുള്ളൂ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉപക്രമത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹയഗ്രീവൻ എന്ന് പറയുന്ന ദേവതയും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ ലളിതാ സഹസ്രനാമവും ലളിതോപാഖ്യാനവും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്ര വിശാരദ കഥിതം ലളിതാദേവ്യഃ ചരിതം പരമാത്ഭുതം. അശ്വാനന മഹാബുദ്ധേ, കുതിരയുടെ തലയുള്ള അല്ലയോ ഭഗവാനെ. ഈ ഭഗവാന് കുതിരത്തലയാണ് ദേവതയ്ക്ക്. കഥിതം ലളിതാദേവ്യഃ ചരിതം പരമാത്ഭുതം. ലളിതാദേവിയുടെ ചരിതം, പട്ടാഭിഷേകം, ഭണ്ഡാസുരവധം, ത്രിപുരദഹനം മുതലായവ വിശദമായി എനിക്ക് അങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞു. ലളിതാ സഹസ്രനാമം മാത്രം എനിക്കങ്ങ് പറഞ്ഞു തന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? അശ്വാനന മഹാബുദ്ധേ, മഹാബുദ്ധിമാനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, സർവശാസ്ത്ര വിശാരദ, എല്ലാ ശാസ്ത്രത്തിലും പാണ്ഡിത്യമുള്ള അല്ലയോ ഭഗവാനെ, ശ്രീ ലളിതാദേവിയുടെ ചരിതവും പട്ടാഭിഷേകം, ത്രിപുരസുന്ദരിയുടെ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം, ഇതിൻ്റെ രഹസ്യം, ന്യാസ സമ്പ്രദായങ്ങൾ, ഷോഡാന്യാസം മുതലായവ മുഴുവനും എനിക്കങ്ങ് പറഞ്ഞു തന്നല്ലോ. എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമം എനിക്ക് പറഞ്ഞു തന്നില്ല? 3 ചോദ്യമാണ് ചോദിച്ചത്. അങ്ങ് അത് മറന്നു പോയിട്ടാണോ? അങ്ങ് വേണമെന്ന് കരുതി എനിക്ക് പറഞ്ഞു തരാതിരുന്നതാണോ? ഞാനത് കേൾക്കുവാൻ അർഹതയില്ലാഞ്ഞിട്ടാണോ? എനിക്ക് ലളിതാ സഹസ്രനാമം കേൾക്കുവാനുള്ള അർഹത, ആ ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് ഇല്ലാഞ്ഞിട്ടാണോ അങ്ങിത് പറഞ്ഞു തന്നില്ലല്ലോ? അപ്പോഴാണ് ഹയഗ്രീവൻ പറയുന്നത്, ന ഷഠായ ന ദുഷ്ടായ
ന അവിശ്വാസ്യായ കർഹിച്ചിത്. ഇത് ദുഷ്ടന്മാരുടെ മുമ്പിൽ ലളിതാ സഹസ്രനാമത്തെ പറ്റി പറയാൻ പാടില്ല, ഷഠന്മാരുടെ മുമ്പിൽ പറയാൻ പാടില്ല, ദേവി ഉപാസനയിൽ താല്പര്യമില്ലാത്തവരോട് ഇത് പറയാൻ പാടില്ല. മാതൃഭക്തിയുക്തായ, അമ്മയോട് ഭക്തിയുള്ളവരുടെ മുമ്പിൽ മാത്രമേ ലളിതാ സഹസ്രനാമം പറയാൻ പാടുള്ളൂ. ഉപാസകായ ശുദ്ധായ ശ്രീ മാതൃ ഭക്തിയുക്തായ. പക്ഷേ ഭക്തിയോടുകൂടിയാണ് അങ്ങ് ചോദിച്ചത്, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരാം. രഹസ്യവും ഭക്തിയുള്ള ശിഷ്യനോട് ഓതണം ഗുരു എന്നാണ്. എന്ത് രഹസ്യവും ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഹയഗ്രീവൻ എന്ന് പറയുന്നത് ഗുരുവാണ്, അഗസ്ത്യ മഹർഷി ശിഷ്യനാണ്. ദ്രോണാചാര്യർ എന്ന് പറയുന്ന ഗുരുനാഥൻ്റെ മുമ്പിൽ, ദ്രോണാചാര്യർ ആധ്യാത്മിക ഗുരുവായിരുന്നില്ല, അസ്ത്രശസ്ത്രങ്ങളുടെ ഗുരുവായിരുന്നു. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന ശിഷ്യൻ ദ്രോണാചാര്യരുടെ മുമ്പിൽ പഠിക്കുവാൻ വേണ്ടി വന്നു. പാഞ്ചാലപുത്രനാണ്. ഈ ശിഷ്യനെ കണ്ട സമയത്ത് തന്നെ ദ്രോണാചാര്യർക്ക് മനസ്സിലായി, മഹാഭാരത യുദ്ധത്തിൽ എന്നെ കൊല്ലുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള യോദ്ധാവാണ് ഈ വരുന്ന, എന്നോട് ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടി വരുന്ന ഈ ദൃഷ്ടദ്യുമ്നൻ എന്നത് ദ്രോണാചാര്യർക്ക് മനസ്സിലായി. എങ്കിലും ആ യുദ്ധവിദ്യയുടെ കലവറ മുഴുവനും തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഗുരുനാഥനെ കൊല്ലുവാനുള്ള അസ്ത്രവിദ്യയും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രഹസ്യവും ഗുരു ശിഷ്യന്റെ മുമ്പിൽ ഒളിച്ചു വയ്ക്കില്ല. ഇതാണ് ഭാരതീയ ഗുരുസങ്കല്പം. ആ ഭാരതീയ ഗുരുസങ്കല്പം തന്നെയാണ് അവിടെ ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിൽ നടന്നത്. അഗസ്ത്യൻ എന്ന് പറയുന്ന ആ മഹർഷിയുടെ ഗുണങ്ങൾ നമ്മൾ അറിയണം. അഗസ്ത്യൻ, അകത്തെ സ്തംഭനം ചെയ്തവനാണ് അഗസ്ത്യൻ. വിന്ധ്യപർവ്വതവും മേരുപർവ്വതവും തമ്മിൽ വാഗ്വാദമുണ്ടായി. മേരുപർവ്വതത്തിലാണ് ദേവന്മാര് വസിക്കുന്നത്, തപസ് ചെയ്യുന്നത്. വിന്ധ്യപർവ്വതം പണ്ടുകാലത്ത് ഈ പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. സൂര്യചന്ദ്രന്മാർ മേരു പർവ്വതത്തെയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇത് വിന്ധ്യന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിറകുകൾ പൊക്കി സൂര്യചന്ദ്രന്മാരുടെ ഗതി തടഞ്ഞു. സൂര്യചന്ദ്രന്മാരുടെ ഗതി തടഞ്ഞ സമയത്ത് ലോകഗതി തടയപ്പെട്ടു. ഈ സമയത്ത് ദേവന്മാർ അഗസ്ത്യ മഹർഷിയോട് പറയുകയാണ്, ഈ വിന്ധ്യപർവ്വതത്തിൻ്റെ അഹങ്കാരം നശിപ്പിക്കുക. അങ്ങനെ ആ പർവ്വതത്തിൻ്റെ അകത്തിൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ചതുകൊണ്ടാണ് അഗസ്ത്യൻ എന്ന് പേര് വന്നിരിക്കുന്നത്. ആദിത്യ ഹൃദയമന്ത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഉപദേശിച്ചു കൊടുത്തത് അഗസ്ത്യ മഹർഷിയായിരുന്നു. ഒരു ശരം ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വിശേഷപ്പെട്ട ഒരു അസ്ത്രമാണത്. ആ ശരം തൊടുത്ത് ഒരു അസുരനെ കൊന്നുകഴിഞ്ഞാൽ അസുരന്റെ ശരീരം പിളർന്ന് ഈ അസ്ത്രം പുറത്തുപോയി സമുദ്രത്തിൽ പോയി കുളിച്ചതിന് ശേഷം അസ്ത്രം തിരിച്ചു വന്ന് ആവനാടിയിൽ വരുന്നു. ഇങ്ങനൊരു അസ്ത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് അഗസ്ത്യ മഹർഷിയാണ് കൊടുത്തത്. 14 ശ്രീചക്രോപാസകന്മാരിൽ ഒരാളായിരുന്നു അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷിയുടെ ഭാര്യ ലോപാമുദ്ര. ആ ലോപാമുദ്രയും ശ്രീചക്രോപാസകയായിരുന്നു. അഗസ്ത്യഗീത, അഗസ്ത്യ സംഹിത, ശിവസംഹിത, ദ്വൈത നിർണയതന്ത്രം എന്നീ ഗ്രന്ഥങ്ങളുടെ രചന അഗസ്ത്യ മഹർഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അഗസ്ത്യ മഹർഷി ലോകപര്യടനം നടത്തവേ കാശ്മീരിൽ നിന്നും കേരളത്തിലേക്ക് നടന്നു വരികയാണ്. തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രങ്ങളെല്ലാം ദർശനം ചെയ്യുന്നു. പുണ്യസ്ഥാനങ്ങളെല്ലാം ദർശനം ചെയ്ത് വരുന്ന സമയത്ത് കാഞ്ചീപുരത്തെത്തി. കാഞ്ചീപുരത്ത് കാമാക്ഷി ദേവതസ്ഥാനം, അവിടെ ശിവൻ, വിഷ്ണു, ദേവി 3 ദേവതമാരാണ് ഉള്ളത്. 3 ദേവതമാരെയും പൂജിച്ചു. അവിടെ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്തു. ഈ സമയത്ത് വിഷ്ണു ഭഗവാൻ ഹയഗ്രീവ രൂപത്തിൽ കഴുത്തിന് മുകളിൽ കുതിരത്തലയും കഴുത്തിന് താഴെ മനുഷ്യരൂപവും ധരിച്ച ഒരു ദേവതാ സങ്കല്പത്തിൽ അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് അങ്ങയ്ക്ക് വേണ്ടത്? അങ്ങയുടെ തപസ്സിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. 108 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാഞ്ചീപുരം ക്ഷേത്രം.
ശിവൻ, വിഷ്ണു, ദേവി 3 ദേവതമാരാണ്. ഹയഗ്രീവ ആ ദേവത പ്രത്യക്ഷപ്പെട്ടത് 4 കൈകളോടുകൂടിയാണ്. ശംഖ്, ചക്രം, അക്ഷമാല, പുസ്തകം. വിജ്ഞാനത്തിന്റെ മൂർത്തിയാണ് ഹയഗ്രീവൻ. എന്ത് വരമാണ് അങ്ങക്ക് വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അഗസ്ത്യൻ പറയുകയാണ്, ഈ ലോകത്ത് മനുഷ്യർ ഭക്ഷണസുഖത്തിലും വിഷയസുഖത്തിലും ഒഴുകിക്കൊണ്ട് ജീവിക്കുന്നു. ഇവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഹയഗ്രീവൻ പറഞ്ഞു, ഈ ചോദ്യം തന്നെ എന്നോട് പരമശിവനും ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മാവും ചോദിച്ചിട്ടുണ്ട്, ദുർവാസാവ് മഹർഷിയും എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് പറയുന്നത്, ത്രിപുരാരാധനം വിന ത്രിപുരസുന്ദരിയെ പൂജിക്കാതെ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഗതി കിട്ടുകയില്ല. കലവും ചണ്ഡി വിനായകവും. കലിയുഗത്തിൽ ദേവിക്കും ഗണപതിക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞത്. കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി കൂടുതൽ അറിയുവാനുണ്ടെങ്കിൽ എൻ്റെ അംശാവതാരമായിരിക്കുന്ന ഹയഗ്രീവ ഋഷിയെ ഞാനിവിടെ വിളിച്ചു വരുത്താം. ആ ഋഷിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു കൊള്ളുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്, ഒരു മഹർഷിയുണ്ട്, ഒരു ദേവതയുണ്ട്. ഹയം എന്നാൽ കുതിര, ഗ്രീവം കഴുത്ത്. കഴുത്തിന് മുകളിൽ കുതിരയുടെ രൂപവും കഴുത്തിന് താഴെ മനുഷ്യരൂപവും. ഇങ്ങനെ ഒരു ദേവത, ഒരു അസുരൻ, ഒരു മഹർഷി. ഈ ദേവതയാണ് അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും, ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അംശാവതാരമായിരിക്കുന്ന ഹയഗ്രീവ ഋഷി പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ദേവത ഹയഗ്രീവൻ തിരോധാനം ചെയ്തു. അങ്ങനെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുതിരയുടെ മുഖമുള്ള ഒരു ദേവത ജനിച്ചത്? പണ്ടുകാലത്ത് ഒരു അസുരൻ, കുതിരത്തലയുള്ള ഒരു അസുരൻ ജനിച്ചു. സരസ്വതി നദിയുടെ തീരത്ത് തീവ്രമായിരിക്കുന്ന തപസ് ചെയ്തു. ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ദേവന്മാരാൽ വധിക്കപ്പെടാൻ പാടില്ല, എനിക്ക് മരണമുണ്ടാവാൻ പാടില്ല. ഇതാണ് ഈ അസുരൻ ആവശ്യപ്പെട്ടത്. ഇതിന് ഇങ്ങനെ ഒരു വരം തരാൻ നിർവാഹമില്ല എന്ന് ദേവി പറഞ്ഞപ്പോൾ അസുരൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയുള്ള ഒരു വ്യക്തി മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. കുതിരത്തലയുള്ള ഒരു വ്യക്തി മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. അത് ദേവി സമ്മതിച്ചു. അങ്ങനെയുള്ള ഒരു വരം കിട്ടിയതിന് ശേഷം അസുരൻ മനുഷ്യരെയും ദേവന്മാരെയും ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഈ അസുരനെ കൊല്ലുവാൻ വേണ്ടി ദേവത കുതിരത്തലയോടുകൂടി ജനിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ലളിത ഉപാഖ്യാനം, ലളിത സഹസ്രനാമം, ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, മഹർഷിമാരുടെ ഒരു സ്വഭാവമാണ്, ഏതൊരു കൃതി എഴുതുന്നുവോ, ഗ്രന്ഥം രചിക്കുന്നുവോ, ശ്രീമദ് ഭാഗവതം രചിച്ച സമയത്ത് വിഷ്ണു ഭഗവാനാണ് ഏറ്റവും വലിയ ദേവത. ഈ രൂപത്തിലാണ് അത് എഴുതിയത്. ശിവമഹാപുരാണം എഴുതിയ സമയത്ത് ഏറ്റവും വലിയ ദേവത പരമശിവൻ തന്നെയാണ്. ദേവി ഭാഗവതം എഴുതിയ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠ ദേവത ദേവി തന്നെയാണ്. ഇതാണ് മഹർഷിമാർ എഴുതിയത്. ഇത് തന്നെയാണ് ഗുരുക്കന്മാരും സ്വീകരിച്ച സമ്പ്രദായം. ശിവാനന്ദ ലഹരി എന്ന കൃതി ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ സമയത്ത് പാർവതിയെപ്പറ്റി ഒന്നും തന്നെ അതിൽ പ്രസ്താവിച്ചിട്ടില്ല. സൗന്ദര്യലഹരി എഴുതിയ സമയത്ത് ദേവിക്കാണ് പ്രാധാന്യം കൊടുത്തത്. ശിവൻ സ്പന്ദിക്കാൻ പോലും ശിവന് പറ്റുകയില്ല ദേവി ഇല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഒന്ന് തന്നെയാണ്. ആ ശ്രീമദ് ഭാഗവത സപ്താഹം, ഭാഗവതം വായിക്കുന്ന സമയത്ത് ഭക്തന് ദേവതയിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം.
ഈ ദേവത തന്നെയാണ് എന്നെ രക്ഷിക്കുവാനുള്ളത്. ഇതാണ് ഏറ്റവും വലിയ ദേവത എന്ന ബോധം ഭക്തനുണ്ടാവാൻ വേണ്ടിയാണ് സപ്താഹ ശ്രവണേന ഇവ സർവഥാ മുക്തിദായകം പഠനാത് ശ്രവണാത് സദ്യ വൈകുണ്ഠ ഫലദായകം. നിങ്ങൾ ശ്രീമദ് ഭാഗവതം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് പോകാം. അവിടെ സാക്ഷാൽ ഭഗവാനുമായിട്ട് സന്തോഷിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് ആ വൈഷ്ണവമായിരിക്കുന്ന ഗ്രന്ഥം പഠിക്കുവാൻ താല്പര്യം വരുന്നു. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ഇതാണ് എഴുതിയിരിക്കുന്നത്. ദേവിയുടെ പുഷ്പാഞ്ജലി ചെയ്യുകയും ശിവന്റെ പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാലും ഇതെല്ലാം ചെന്ന് ചേരുന്നത് കേശവന്റെ കാലിലേക്കാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അപ്പോൾ വൈഷ്ണവർക്ക് ആത്മവിശ്വാസം വരും. ഇനി ദേവി ഭാഗവതം എഴുതിയ വ്യാസമഹർഷി എന്താണ് എഴുതിയത്? അഷ്ടാദശ പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവി ഭാഗവതം നാമ ധർമ്മ കാമാർത്ഥ സിദ്ധിതം. ഏറ്റവും വലിയ ഭാഗവതം ദേവി ഭാഗവതമാണ് എന്നെഴുതി. ആദ്യം പറഞ്ഞു ഏറ്റവും വലുത് ശ്രീമദ് ഭാഗവതമാണ്. ഇനി ആ ദേവീപരമായിട്ടുള്ള വ്രതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ് വ്രതാനി യാനി ചാന്യാനി ദാനാനി വിവിധാനി ച നവരാത്രി വ്രതസ്യാസ്യ നൈവതുല്യാനി ഭൂതലേ. നവരാത്രി വ്രതം പോലെ വലിയൊരു വ്രതം ഈ ഭൂലോകത്ത് വേറെ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ശിവരാത്രി വ്രതം ഏകാദശി വ്രതത്തിനൊന്നും പ്രാധാന്യമില്ല. ഏറ്റവും വലുത് ദേവിയുടെ ഈ നവരാത്രി വ്രതം തന്നെയാണ് എന്ന് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്. ശിവപുരാണം എഴുതിയ വ്യാസമഹർഷി. ഈ പുരാണങ്ങളെല്ലാം വ്യാസമഹർഷിയാണ് എഴുതിയത്. ശിവപുരാണം എഴുതിയ സമയത്ത് ശിവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യം എഴുതിയിരിക്കുന്നത് ശിവരാത്രി വ്രതം നാമ സർവ പാപപ്രണാശനം, എല്ലാ പാപത്തെയും നശിപ്പിക്കുന്നതാണ് നാളെ നമ്മൾ ആചരിക്കുന്ന ശിവരാത്രി വ്രതം. സർവപാപപ്രണാശനം, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പാപകർമ്മങ്ങൾ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്രതം മാത്രം ആചരിക്കുന്നു എങ്കിൽ അത് ശിവരാത്രി വ്രതമാണ്. ശിവരാത്രി വ്രതം നാമ സർവപാപപ്രണാശനം. ആചണ്ഡാല മനുഷ്യാണാം ഭുക്തിമുക്തിപ്രദായകം. ചണ്ടാലൻ മുതൽ, ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ നായ്ക്കളുടെ മാംസം ഭക്ഷിക്കുന്നവർ, അതാണ് ചണ്ടാളന്മാരെന്ന് പറയുന്നത്. ആ ചണ്ടാല മനുഷ്യാണാം ഭുക്തി മുക്തിപ്രദായകം. ആ ചണ്ടാലൻ മുതലുള്ള എല്ലാ മനുഷ്യന്മാർക്കും മുക്തിയും ഭുക്തിയും കൊടുക്കുന്നത് ഈ വ്രതമാചരിക്കുമ്പോൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. സർവകാമാൻ അവാപ്നോതി ശിവേന സഹമോദതേ. ശിവരാത്രി വ്രതം ആചരിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധ്യമാകുന്നു. മരിച്ചതിന് ശേഷം കൈലാസത്തിൽ ശിവനുമായി സന്തോഷിക്കാൻ സാധ്യമാകുന്നു. അപ്പോൾ ശിവരാത്രി വ്രതത്തിന് ശിവഭക്തന്മാർക്ക് ആത്മവിശ്വാസം, ഉറച്ച ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാ ദേവതമാരും ഒന്ന് തന്നെയാണ്. ഹരിരൂപി മഹാദേവോ ലിംഗരൂപി ജനാർദ്ദന ഈഷതപി അന്തരം നാസ്തി ഭേദകൃത് നരകം പ്രചേത്. ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്. ഇതിൽ ഭേദകൽപ്പന ചെയ്യാൻ പാടുള്ളതല്ല. ഹരിരൂപി മഹാദേവ ലിംഗരൂപി ജനാർദ്ദന. ഇനി ഈ മൂന്ന് ദേവതമാരും ഒന്ന് തന്നെ എന്ന് മഹർഷിമാർ പറയുന്നു. യോ വൈ രുദ്ര സവൈ വിഷ്ണു, യോ വൈ വിഷ്ണു സവൈ രുദ്രോ യോ വിഷ്ണു സ പിതാമഹ ഏകമൂർത്തി ത്രയോ ദേവാഹ രുദ്രവിഷ്ണു പിതാമഹ. ബ്രഹ്മാവും വിഷ്ണു ശിവനും ഒരു ദേവതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ തന്നെയാണ്. ദേവി വിഷ്ണു ശിവാദീനാം ഏകത്വം പരികൽപ്പിയത്. എല്ലാ ദേവതമാർക്കും ഏകത്വം പരികൽപ്പിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ മുന്നോട്ട് പോകേണ്ടത്. അതിൽ നമുക്ക് ഇഷ്ടദേവതയെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എല്ലാ ദേവതമാരും ഒന്ന് തന്നെ എന്നുള്ള ഒരു ബോധമുണ്ടായിരിക്കണം. അടുത്തത്, ഈ വിജ്ഞാനം മുഴുവനും മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്നത് കഥാരൂപത്തിലാണ്. വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ് മഹർഷി എഴുതി വച്ചിരിക്കുന്നത്. കുതിരത്തലയുള്ള ദേവത, അസുരൻ, മഹർഷി, ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു കുതിരത്തലയുള്ള മനുഷ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ല. അപ്പോൾ കഥകളുടെ പുറകെ പോകരുത് എന്ന് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ വ്യാസമഹർഷി പറയുന്നുണ്ട്. പരീക്ഷത്ത് രാജാവിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കഥായിമാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. അല്ലയോ രാജാവേ, പരീക്ഷത്ത് രാജാവേ,
അങ്ങയുടെ മുമ്പിൽ ഞാൻ അനവധി രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കഥകളൊന്നും പാരമാർത്ഥികമായ കഥകളായിരുന്നില്ല. വചോ വിഭൂതിർ, എൻ്റെ വാഗ്വിലാസം അങ്ങയെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ മുഴുവനും പറഞ്ഞത്. മാത്രമല്ല, അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഇത് പരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളായിരുന്നില്ല, അല്ലയോ രാജാവേ. എന്തിനു വേണ്ടിയാണ്? വിജ്ഞാനമുണ്ടാകുവാൻ വേണ്ടിയാണ്. അങ്ങക്ക് വിജ്ഞാനമുണ്ടാകുവാൻ വേണ്ടിയാണ്. വൈരാഗ്യബോധമുണ്ടാകുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തുള്ള സുഖങ്ങളൊന്നും ശാശ്വതമായിരിക്കുന്ന സുഖം അല്ല രാജാവേ. ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ഗീതത്തിൽ നമുക്ക് കാണാം, ജ്ഞാനമുണ്ടാവതിന് എന്തേ മൂലം കൃഷ്ണ. അല്ലയോ ഭഗവാനെ, ജ്ഞാനമുണ്ടാകുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനമുണ്ടാവത് ഭക്തി കൊണ്ടേ. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, ഭക്തി, ദേവതയോടുള്ള ഭക്തിയുണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാകും. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഭക്തിയുണ്ടാവതിന് എന്തേ മൂലം കൃഷ്ണ. ഭക്തിയുണ്ടാവത് വിരക്തി കൊണ്ടേ. ശക്തി പോയാൽ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ശക്തി പോയിടുവാൻ എന്തേ മൂലം കൃഷ്ണ. എൻ്റെ ഈ ആസക്തി കളയുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൃഷ്ണ? ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ. നിന്റെ ചിത്തത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ നിന്റെ ആസക്തി പോകുന്നു. ചിത്തശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുവോ കൃഷ്ണ? നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യുവോ. നല്ല വഴിക്ക് ശ്രദ്ധ ചെയ്തു കഴിഞ്ഞാൽ ചിത്തം ശുദ്ധീകരിക്കാൻ പറ്റും. ശ്രദ്ധയുണ്ടാവതിനെന്തേ മൂലം കൃഷ്ണ. ഈ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുണ്യകഥകളെ കേട്ടുകൊള്ളുക. പുണ്യകഥകൾ കേൾക്കുന്ന സമയത്താണ് നമ്മളുടെ ചിത്തശുദ്ധി വരുന്നത്. സത്കഥ കേൾക്കുവാനെന്തേ മൂലം കൃഷ്ണ. ഈ നല്ല കഥകൾ കേൾക്കുവാൻ എങ്ങനെയാണ്? അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, സജ്ജന സംഗതി ചെയ്തു കൊള്ളുക. സജ്ജനങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുക. സജ്ജനങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഇത് കേട്ട് കഴിയുന്ന സമയത്ത് ക്രമേണ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് വിജ്ഞാനം ഉണ്ടാകുവാൻ നിങ്ങൾക്ക് പറ്റും. ഇത് തന്നെയാണ് വ്യാസമഹർഷി കഥായിമാസ്തേ കഥിതാമഹീയസാം എന്ന ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. ഈശ്വരോപാസന എങ്ങനെയാണ് ഓരോ യുഗത്തിലും ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ധ്യാനമാം കൃതയുഗേ, യജ്ഞമാം ത്രേതായുഗേ, അർച്ചനം ദ്വാപരയിൽ, കീർത്തനം കലിയുങ്കൽ. ഓരോ യുഗത്തിലും എങ്ങനെയായിരിക്കണം ഈശ്വരോപാസന? ധ്യാനമാം കൃതയുഗേ, കൃതയുഗത്തിൽ ധ്യാനം, തപസ്സിനായിരുന്നു പ്രാധാന്യം. യജ്ഞമാം ത്രേതായുഗേ, ത്രേതായുഗം ശ്രീരാമന്റെ കാലഘട്ടത്തിൽ യജ്ഞം, പുത്രകാമേഷ്ടി മുതലായ ഈ യാഗത്തിനായിരുന്നു പ്രാധാന്യം. അർച്ചനം ദ്വാപരയിൽ, കൃഷ്ണന്റെ കാലഘട്ടത്തിൽ അർച്ചന, പുഷ്പാഞ്ജലി ചെയ്യുന്നതിനായിരുന്നു പ്രാധാന്യം. കീർത്തനം കലിയുങ്കൽ, ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത്? തപസ്സിന് പ്രാധാന്യമില്ല, യജ്ഞത്തിന് പ്രാധാന്യമില്ല, പുഷ്പാഞ്ജലി പുഷ്പാർച്ചനയ്ക്ക് പ്രാധാന്യമില്ല. ഓരോ ഭക്തനും നാമജപം ചെയ്യുക. ഇതാണ് മഹർഷി നമ്മളോട് പറയുന്നത്. കീർത്തനം, നാമസങ്കീർത്തനമാണ് ഏറ്റവും വലുത്. നാമജപം പോലെ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന ലളിതവും ഫലപ്രദവുമായ ഉപായം മറ്റൊന്നില്ല. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഗീതോപദേശ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്. എന്തുകൊണ്ടാണ്? നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് അവിടെ ഹിംസ വരുന്നില്ല. ഒരു യജ്ഞം ചെയ്യുന്ന സമയത്ത് ഒരു പശുവിനെ കൊല്ലേണ്ടി വരും. പശുവിൻ്റെ വപയെടുത്ത് അത് പ്രത്യേകം ആ അനുഷ്ഠാനമുണ്ട്. നാമസങ്കീർത്തനത്തിൽ ഒരു ഹിംസയും വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ യജ്ഞം ജപയജ്ഞമാണ്. അർജുന, നീ നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടിയാണ് ലളിതാ സഹസ്രനാമത്തിൽ ലളിതാദേവി അവതരിച്ചത്? ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. ഇത് രണ്ട് ഗ്രന്ഥങ്ങളിലും, ലളിതോപാഖ്യാനത്തിലും ലളിതാ സഹസ്രനാമത്തിലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ 4 നാമങ്ങളാണ്. ഭണ്ഡ പുത്രവധോദ്യുക്ത, ഭണ്ഡ സൈന്യവധോദ്യുക്ത, ഭണ്ഡാസുരവധോദ്യുക്ത, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി.
ഭണ്ഡ ശബ്ദം കൊണ്ട് 4 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. ഈ ഭണ്ഡൻ എന്ന് പറഞ്ഞത് ആരായിരുന്നു? കാമദേവൻ ശിവന്റെ തപസ്സിളക്കുവാൻ വേണ്ടി, താരകാസുരനെ കൊല്ലുവാൻ വേണ്ടി, ശിവന്റെയും പാർവതിയുടെയും പുത്രൻ ജനിക്കണം, സുബ്രഹ്മണ്യൻ ജനിക്കുവാൻ വേണ്ടി ശിവന്റെ തപസ്സിളക്കണം, ശിവനും പാർവതിയും തമ്മിൽ കൂടിച്ചേരണം. അതിനുവേണ്ടി ശിവന്റെ മുമ്പിൽ കാമദേവൻ ചെന്ന് നിന്ന സമയത്ത് ശിവന് മനസ്സിലായി, എൻ്റെ തപസ്സിളക്കുവാൻ വന്നവനാണിവൻ. തൃക്കണ്ണിൽ നിന്നും അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. കാമദേവൻ ചാരമായി മാറി. ഈ ചാരമായി മാറിയ ആ ചാരത്തെ ചിത്രസേനൻ എന്ന് പറയുന്ന ഒരു ഗണേശ്വരൻ ഗണനായകൻ ആ ചാരം മുഴുവൻ വാരിക്കൂട്ടി ഒരു പുരുഷ രൂപത്തിലാക്കി. പരമശിവൻ ഈ ചാരത്തെ നോക്കിയ സമയത്ത് അതിന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ രൗദ്രമായിരിക്കുന്ന ദൃഷ്ടിയോടുകൂടി നോക്കിയ സമയത്ത് ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിയെ ബ്രഹ്മാവ് ഭണ്ഡൻ ഭണ്ഡൻ എന്ന് പേര് വിളിച്ചു. ഭണ്ഡൻ എന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്നർത്ഥം. ഇങ്ങനെ ഒരു കുട്ടിയെ ജനിപ്പിച്ചത് മണ്ടത്തരമായി പോയി എന്ന അർത്ഥത്തിലാണ് ഭണ്ഡൻ ഭണ്ഡൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഭണ്ഡാസുരൻ. ഇങ്ങനെ ചിത്രസേനൻ ശതരുദ്രീയം ഉപദേശിച്ചു കൊടുക്കുകയും ഇത് ജപിച്ച് തപസ് ചെയ്യുകയും ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ശിവൻ വരം കൊടുക്കുകയാണ്, എന്താണ് വേണ്ടത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ പകുതി ബലം എനിക്ക് കിട്ടണം. ഇതായിരുന്നു വരം. ഈ വരം കൊടുത്തു. ഭണ്ഡാസുരൻ ദേവന്മാരെയും മനുഷ്യരെയും ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, സജ്ജനങ്ങളെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ആഡംബര സമന്വിതമായിരിക്കുന്ന ഒരു ജീവിതമാണ് ഭണ്ഡാസുരൻ്റെ. ദേവന്മാർ സേവകന്മാരാണ്. ഈ സമയത്ത് ലോകത്തിൽ അധർമ്മമാണ് വിളയാടിയത്. മഹാവിഷ്ണു ഈ സമയത്ത് മായാദേവിയോട് പറയുകയാണ്, ഒരു മായാരൂപത്തിൽ സുന്ദരിയുടെ രൂപത്തിൽ പോയി ഈ ഭണ്ഡാസുരൻ്റെ ഭരണം നശിപ്പിക്കണം. ഇങ്ങനെ അപ്സരസ്സുകളെയും കൊടുത്തു. അപ്സരസ്സുകളും ദേവിയും മായ രൂപത്തിൽ വന്ന ദേവിയും കൂടി പോയി ഭണ്ഡാസുരൻ്റെ ഭരണചക്രം മുഴുവൻ തകർത്തു. ഈ സമയത്ത് ശുക്രാചാര്യൻ പറയുന്നുണ്ട്, ഇത് ഏറ്റവും ദോഷ സമയമാണ്, നമ്മൾ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്യേണ്ട സമയമാണ്. മഹാത്രിപുരസുന്ദരി അവതരിക്കണം ഈ സമയത്ത്. അതിനുവേണ്ടി നാരദൻ ദേവേന്ദ്രനോട് പറയുകയാണ്, നിങ്ങൾ പോയി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക. ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുവാൻ വേണ്ടി ദേവന്മാരും ദേവേന്ദ്രനും കൂടി പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാരുടെ നീക്കം അറിഞ്ഞു ശുക്രാചാര്യൻ. ഈ ഇപ്പോഴത്തെ അവസ്ഥിതി എന്താണെന്നുള്ളത് അറിയിച്ചു. ഭണ്ഡൻ സൈന്യസമേതം പോയി ദേവന്മാരുടെ തപസ്സിളക്കാൻ നോക്കി. പരാശക്തി മായ കൊണ്ട് മതിൽ കെട്ടി സംരക്ഷിച്ചു ദേവന്മാരെ. ഭണ്ഡാസുര സൈന്യം പരാജയപ്പെട്ടു. പക്ഷേ ദേവി അവിടെ അവതരിച്ചില്ലായിരുന്നു. ഇനി വീണ്ടും ഈ ഭണ്ഡാസുര സൈന്യം തിരിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കി ദേവേന്ദ്രൻ മറ്റുള്ള ദേവതമാരോട് പറയുകയാണ്, നമ്മൾ വലിയൊരു യാഗം ചെയ്യണം. ഇത് 2 ഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട്. യോജന വിസ്തീർണമുള്ള ഒരു ഹോമകുണ്ഡം, ഒരു യാഗകുണ്ഡമാണ് അവർ തയ്യാറാക്കിയത്. നെയ്യ്, ഹവിസ് മുതലായ എല്ലാ ദ്രവ്യങ്ങളും ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചു. സാക്ഷാൽ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദേവന്മാർ ഇങ്ങനെയൊരു ഹോമകുണ്ഡത്തിൽ ഹവിസ് മുതലായവ അർപ്പിച്ചത്. വ്യത്യസ്തമായ ദ്രവ്യങ്ങൾ മുഴുവനും അർപ്പിച്ചതിന് ശേഷവും ദേവി ആവിർഭവിക്കുന്നില്ല. ഈ സമയത്ത് ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും മാംസം പറിച്ചെടുത്തുകൊണ്ട് ഹോമിച്ചു. അതിനുശേഷവും ദേവി അവതരിക്കുന്നില്ല. എല്ലാ ദേവന്മാരും കൂടി തീരുമാനിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ മനുഷ്യ ശരീരം മുഴുവനുമായി ഹോമകുണ്ഡത്തിലേക്ക് ദേവിക്ക് വേണ്ടി അർപ്പിക്കാം. ഈ സമയത്ത് ദേവന്മാരുടെ മമതയും ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന ഭാവവും മാറി ചിദഗ്നികുണ്ഡ സമൂഹ, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിലേക്ക്, അറിവാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ദേവന്മാർ മഹാമാംസം
ഹോമിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ ശരീരം മുഴുവനും ഹോമിക്കാൻ തീരുമാനിച്ച സമയത്താണ് ചതുർബാഹു സമന്വിത, 4 കൈകളോടുകൂടി, ഉദ്യദ്ഭാനു സഹസ്രാഭ, 1000 സൂര്യൻ്റെ പ്രഭയോടുകൂടി, 1000 ചന്ദ്രൻ്റെ ശീതളിമയോടുകൂടി ഒരു തേജപുഞ്ചം അവിടെ ഉണ്ടായി. ഒരു അഗ്നി തേജസ് ഉണ്ടായിരിക്കുന്നു. ഈ തേജസ്സിൻ്റെ താഴെ ഒരു ചക്രം ദേവന്മാർ കണ്ടു. ആ തേജമധ്യത്തിലുള്ള ചക്രത്തിൽ ദേവി നിൽക്കുന്നതായിട്ട് കണ്ടു. എങ്ങനെയാണ്? ചതുർബാഹു സമന്വിത, 4 കൈകളോട് കൂടിയ ദേവിയാണ്. ഈ ദേവി ആ ദേവന്മാരുടെ മനുഷ്യ ശരീരം പറിച്ചെടുത്തു കഴിഞ്ഞ് വികൃതമായിരിക്കുന്ന ശരീരം മുഴുവനും പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. ഈ ദേവിയാണ് സാക്ഷാൽ ത്രിപുരസുന്ദരി. മഹാത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവിയാണ് അവിടെ അവതരിച്ചത്. പെട്ടെന്ന് തന്നെ ഈ ദേവിയെ മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. അമാനുഷിക തലത്തിലുള്ള ദേവന്മാർക്ക് മാത്രമേ ഈ ത്രിപുരസുന്ദരിയെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദേവന്മാർ എന്ത് ചെയ്തു? ലളിതാസ്തവരാജം എന്ന് പറയുന്ന സ്തോത്രം ചൊല്ലി മഹാത്രിപുരസുന്ദരിയെ ലളിതാദേവിയാക്കി മാറ്റി. ലാളിത്യമുള്ള, സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ വേണ്ടി, സാക്ഷാത്കരിക്കുവാൻ വേണ്ടി, അമാനുഷിക തലത്തിൽ ഉപാസന ചെയ്യുന്ന സാധകന്മാർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന മഹാത്രിപുരസുന്ദരിയെ സാധാരണക്കാരായ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ വേണ്ടി ദേവന്മാർ ലളിതാദേവിയാക്കി മാറ്റി. ആ ലളിതാദേവിയുടെ 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. ലളിത എന്ന പദത്തിന് എല്ലാവരുടെയും മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന ദേവി എന്നർത്ഥം, ലോകത്തിൽ മുഴുവനും വസിക്കുന്ന ദേവി എന്നർത്ഥം, എല്ലാ ദിക്കിലും ലാളിത്യത്തോടുകൂടി വസിക്കുന്നവൾ എന്നർത്ഥം. ത്രിപുരസുന്ദരി അമാനുഷിക തലമാണ്, ലളിതസുന്ദരി മാനുഷിക തലമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ദേവി അവതരിച്ചത്? ദേവകാര്യ സമുദ്യത. ചതുർബാഹു സമന്വിതയായിരിക്കുന്ന ദേവി, 4 കൈകളോടുകൂടിയ ദേവിയാണ് ഹോമകുണ്ഡത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും ആവിർഭവിച്ചത്. ഉദ്യദ്ഭാനു സഹസ്രാഭയാണ്. പിന്നെന്തിനു വേണ്ടിയാണ്? ദേവകാര്യ സമുദ്യത. ദേവന്മാരുടെ കാര്യം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ദേവന്മാർ ആരെല്ലാമാണ്? 2 സാമാന്യാർത്ഥവും വിശേഷാർത്ഥവും നമ്മൾ മനസ്സിലാക്കുക. സാമാന്യാർത്ഥം പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വിഷ്ണു, ദേവേന്ദ്രൻ, ഇവരാണ് ദേവന്മാർ. ഈ ദേവന്മാരുടെ കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ദേവന്മാരുടെ കാര്യം സാധിക്കുവാൻ പറ്റുന്നില്ല. ശുംഭൻ, നിശുംഭൻ, മധു, കൈടഭൻ, ധൂമ്രലോചനൻ, രക്തബീജൻ, മഹിഷൻ, ഭണ്ഡൻ മുതലായ അസുരന്മാർ ദേവന്മാരെ ശല്യം ചെയ്യുന്നു. ആ ശല്യം ഒഴിവാക്കുവാൻ വേണ്ടി, അവരുടെ ശല്യം മാറ്റിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ദേവി അവതരിച്ചത്. ഇതിൻ്റെ സാമാന്യേനയുള്ള അർത്ഥമാണ്. ഈ സാമാന്യാർത്ഥം കൂടാതെ വിശേഷാർത്ഥവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദേവന്മാരെന്ന് പറയുന്നത്, ആ ദേവൻ എന്ന പദത്തിന് ഇന്ദ്രിയം എന്നർത്ഥം. ഓരോ മനുഷ്യ ശരീരത്തിലും കയ്യ്, കാല് മുതലായ ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇത് കർമ്മേന്ദ്രിയങ്ങളാണ്. നാക്ക്, മൂക്ക്, തൊലി, കണ്ണ്, ചെവി മുതലായവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 10 അവയവങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ഈ 10 അവയവങ്ങളെ, ആ അവയവങ്ങളുടെ കർത്തവ്യം ചെയ്യുവാൻ ചില അസുരന്മാർ സമ്മതിക്കുന്നില്ല. ഓരോ അവയവത്തിനും എന്ന് പറയുന്നത്, വലത് കണ്ണ് സൂര്യനാണ്, ഇടത് കണ്ണ് ചന്ദ്രനാണ്, മനുഷ്യന്റെ വാക്ക് അഗ്നിയാണ്, നാക്ക് എന്ന് പറയുന്നത് വരുണനാണ്, നാസിക അശ്വിനി ദേവന്മാരാണ്, ചെവി ദിക്പാലകന്മാരാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ മൊത്തം 10 പേരുണ്ട്. ഇതിൽ മധു എന്ന് പറയുന്നത് മദ്യാസക്തിയുടെ പ്രതീകമാണ്. കഞ്ചാവ്, ലഹരി, മദ്യം മുതലായവ മധു എന്ന ആ അസുരൻ മനുഷ്യ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യന് മദ്യം കഴിക്കുവാൻ തോന്നുന്നത്. കൈഡഭൻ എന്ന് പറയുന്ന അസുരൻ അത്യാസക്തിയുടെ പ്രതീകമാണ്. മധു എന്ന് പറയുന്ന ആ
അസുരൻ ജനിച്ച സമയത്ത് തന്നെ എനിക്ക് മധു വേണം, എനിക്ക് മധു വേണം എന്നാണ് പറഞ്ഞത്. എനിക്ക് മദ്യം വേണം, മദ്യം വേണം. കൈടഭൻ എന്ന് പറയുന്ന അസുരൻ കീടമാണ്, ഒരു പുഴുവായിട്ടാണ് ജനിച്ചത്. കീടം, അതാണ് കൈടഭൻ എന്ന് പേര്. ആ കീടം ദേവിയുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, വിട്ടുപോകുന്നില്ല. അതാണ് അറ്റാച്ച്മെന്റിന്റെ പ്രതീകം, ആസക്തിയുടെ പ്രതീകമാണ് കൈടഭൻ. ഇത് നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ അകത്തുണ്ട്. പേര് തന്നെ, ആ പേരിന്റെ അർത്ഥം അന്വർത്ഥമാണ് ഈ ഓരോ അസുരന്മാർക്കും ഉള്ളത്. മഹിഷൻ എന്ന് പറയുന്നത് മൃഗീയ വാസനയുടെ പ്രതീകമാണ്. ശുംഭൻ ശുംഭതരം, അവന്റെ വായിന്ന് വരുന്നത് ശുംഭതരമാണ് നമ്മൾ പറയും. ഇതും എൻ്റെ ശരീരത്തിൻ്റെ അകത്തുണ്ട്. മണ്ടത്തരം, നിശുംഭൻ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ്, വലിയ പൊങ്ങച്ചക്കാരനാണ് ഞാൻ എന്ന് ചിലർ പറയുന്നുണ്ട്. ധൂമ്രലോചനൻ കോപത്തിന്റെ പ്രതീകമാണ്. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചുമപ്പ് എന്നർത്ഥം. ലോചനം കണ്ണ്, ചുവന്ന കണ്ണുള്ള അസുരൻ. എനിക്ക് കോപം വരുന്ന സമയത്ത് എൻ്റെ കണ്ണ് ചുവന്നു വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് കണ്ണ് ചുമക്കുന്നത്? എനിക്ക് കോപം വരുന്ന സമയത്താണ്. ഇത് ഈ അസുരൻ എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ളതാണ്. രക്തബീജൻ, അനന്തമായിരിക്കുന്ന കർമ്മവാസനയുടെ പ്രതീകമാണ് രക്തബീജൻ. ആ രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ ആവശ്യപ്പെട്ട വരം എന്തായിരുന്നു? ദേവിയോട് ആവശ്യപ്പെട്ടത്, എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവിക ശക്തിയാണ്, ദൈവിക ബുദ്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യ സഹജമായ ഈ ആസുരിക ശക്തികളെ, മനുഷ്യൻ സഹജമായിരിക്കുന്ന ഓരോ മനുഷ്യനിലുമുള്ള ഈ അസുരശക്തികളെ ഈശ്വരന്മുഖമാക്കി മാറ്റുക. ഇതാണ് മഹർഷി നമ്മളോട് പറയുന്നത്. അവയുടെ സ്വഭാവം മാറുന്നതായിരിക്കും. കാമനകളുടെ സ്വഭാവം മാറും. ഇവിടെ അയുക്തകാമം, യുക്തകാമം. ആ കാമദേവൻ എന്ന് പറയുന്നത് യുക്തകാമമായിരുന്നു. ഭണ്ഡാസുരൻ അയുക്തകാമമാണ്. ഭണ്ഡാസുരൻ വരം ആവശ്യപ്പെട്ടത്, എൻ്റെ മുമ്പിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ പകുതി ബലം എനിക്ക് കിട്ടണം. അവർ സമ്പാദിച്ചിരിക്കുന്ന തപശക്തി കൊണ്ട് സമ്പാദിച്ച ആ ശക്തിയുടെ പകുതി എനിക്ക് കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. ഇത് അയുക്തകാമമാണ്. ഇങ്ങനെയുള്ള അയുക്തകാമത്തിൻ്റെ പ്രതീകാത്മകത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത് നശിപ്പിച്ചു കളയണം. ആ ലളിതോപാഖ്യാനത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ ഭണ്ഡൻ ദേവിയും തമ്മിലുള്ള അസ്ത്രപ്രത്യസ്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭണ്ഡൻ പ്രയോഗിച്ചത് അന്ധതാമിശ്രം എന്ന് പറയുന്ന ആ അസ്ത്രമാണ്. ഈ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് മുഴുവൻ ഇരുട്ടായി, കൂരാക്കുരി ഇരുട്ടായി പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ശക്തിയുടെ സേനയ്ക്കൊന്നും കാണാൻ പറ്റാതെയായി. ഈ സമയത്ത് ദേവി സൂര്യാസ്ത്രം പ്രയോഗിച്ചു, പ്രകാശമാനമാക്കി. അതിനുശേഷം ഭണ്ഡൻ പ്രയോഗിച്ചത് പാഷണ്ഡാസ്ത്രമാണ്. പാഷണ്ഡം എന്ന് പറഞ്ഞാൽ പാപാസ്ത്രം, വൈദിക ധർമ്മത്തെ മുഴുവനും ലംഘിക്കുന്ന അസ്ത്രമാണ് അസ്ത്രം. പാപത്തെ ദാനം ചെയ്യുന്നതാണത്. അതിന് പകരം ഗായത്രി അസ്ത്രമാണ് ദേവി പ്രയോഗിച്ചത്. ദുഷ്കൃതം മാറുവാൻ വേണ്ടി സുകൃതമായിരിക്കുന്ന ഗായത്രി മന്ത്രം ജപിക്കണം എന്നത് അതിൻ്റെ വിശേഷാർത്ഥം. അതിനുശേഷം ഭണ്ഡൻ അന്ധാസ്ത്രമാണ് പ്രയോഗിച്ചത്. ദേവി ചക്ഷുഷ്മതി അസ്ത്രം പ്രയോഗിച്ചു. ചക്ഷുഷ്മതി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അന്ധാസ്ത്രം കാണാൻ പറ്റാത്ത, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിൽ അവിടെ മൂടിക്കളഞ്ഞു ഭണ്ഡാസുരന്റെ സൈന്യം. ശക്തിസേനയ്ക്കൊന്നും കാണാൻ പറ്റാതെയായി. ഈ സമയത്താണ് ദേവി ചക്ഷുഷ്മതി എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചത്. എത്ര ദൂരെ ഇരിക്കുന്ന ഒരു കാര്യവും ചക്ഷുഷ്മതി എന്ന് പറയുന്ന ഒരു മന്ത്രമാണത്. ഈ മന്ത്രം നിത്യവും ജപിക്കുകയാണെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. അതാണ് ചക്ഷുഷ്മതി മന്ത്രം. ഈ പറയുന്ന ദേവി ഉപയോഗിച്ച പ്രത്യസ്ത്രങ്ങൾ മുഴുവനും ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി. ഭണ്ഡൻ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, ദേവി പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഇത് അമ്പ് എടുത്ത് വിടുകയല്ല, ഇതെല്ലാം മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ഈ അകത്തിരിക്കുന്ന അസുരന്മാരെ നമുക്ക് തന്നെ കൊല്ലാൻ പറ്റും. ഇതാണ് മഹർഷിമാർ നമ്മളോട് പറയുന്നത്. ഭണ്ഡൻ പിന്നീട് പ്രയോഗിച്ചത് ശക്തിനാശാസ്ത്രം.
ശക്തിസേന, ദേവിയുടെ സേനയ്ക്കുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ഭണ്ഡാസുരൻ. ഈ സമയത്ത് ദേവി എന്ത് ചെയ്തു? ഗാന്ധർവാസ്ത്രം പ്രയോഗിച്ചു. ഇച്ഛാദികളെ സൃഷ്ടിക്കുന്ന, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളെ സൃഷ്ടിക്കുന്ന ഗാന്ധർവാസ്ത്രം ദേവി പ്രയോഗിച്ചു. അതിനുശേഷം അന്തകാസ്ത്രം, ശക്തിസേനയുടെ സേനകളെ മുഴുവനും നശിപ്പിക്കുന്ന അസ്ത്രമാണ്. ഈ അസ്ത്രം പ്രയോഗിച്ചതോടുകൂടി ദേവിയുടെ സേനകളും കുറെ പേരും മരിച്ചുപോയി. പെട്ടെന്ന് തന്നെ ദേവി എന്ത് ചെയ്തു? മൃത്യുഞ്ജയാസ്ത്രം പ്രയോഗിച്ചു. ഈ മൃത്യുഞ്ജയാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ഇതാണ് മൃത്യുഞ്ജയാസ്ത്രം അഥവാ മൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മരണത്തെ ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം സർവാസ്ത്ര സ്മൃതി മന്ത്രം, സർവാസ്ത്ര സ്മൃതി നാശന മന്ത്രം. ഭണ്ഡാസുരൻ പ്രയോഗിച്ചത് ദേവിയുടെ സേനകൾക്ക്, ആ സേനകളുടെ കയ്യിലുള്ള അസ്ത്രങ്ങളുടെ ഓർമ്മ കിട്ടാൻ പാടില്ല. ഓരോ ശക്തി ഓരോ അസ്ത്രത്തിനും ഉണ്ട് എന്ന ധാരണ ഇല്ലാതെയാക്കി ഭണ്ഡാസുരൻ. പെട്ടെന്ന് ദേവി ധാരണാസ്ത്രം എന്ന് പറയുന്ന ധാരണ മന്ത്രത്തെ പ്രയോഗിച്ചു. അതിനുശേഷം ഭയാസ്ത്രം, സേനകൾ മുഴുവനും പേടിച്ചു വിറയ്ക്കുന്ന ഒരു അസ്ത്രമാണ് ഭണ്ഡൻ പ്രയോഗിച്ചത്. ദേവി ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു, അഭയാസ്ത്രം പ്രയോഗിച്ചു. അടുത്തതാണ് മഹാരോഗാസ്ത്രം. രാജയഷ്മാവ്, ക്ഷയം മുതലായിരിക്കുന്ന മഹാരോഗങ്ങൾ ദേവിയുടെ സേനകൾക്ക് വരുന്ന അസ്ത്രമാണ് മഹാരോഗാസ്ത്രം. ഈ സമയത്ത് ദേവി എന്ത് ചെയ്തു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാമത്രയാസ്ത്രം പ്രയോഗിച്ചു. നാമത്രയം എന്ന് പറഞ്ഞാൽ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാമങ്ങളാണ് അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഈ മന്ത്രം കൊണ്ടാണ് ധന്വന്തരി മന്ത്രം രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറും. വിഷ്ണു ഭഗവാൻ 4 കൈകളോടുകൂടിയാണ് ധന്വന്തരി രൂപത്തിൽ അവതരിച്ചത്. മുകളിൽ 2 കൈകളുണ്ട്, ശംഖചക്രമുണ്ട്. താഴെ ഒരു കൈയിലാണ് അമൃതകുംഭം, ഒരു കൈയിൽ അട്ടയാണ് പിടിച്ചിരിക്കുന്നത്. ചോര, ദുഷിച്ച രക്തം വലിച്ചെടുക്കുന്ന അട്ടയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ ദേവത. 3 തരത്തിലുള്ള ഉപാധികളാണ് കയ്യിലുള്ളത്. ഒന്ന് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് പച്ചമരുന്നായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് അട്ടയായിട്ട് വന്നിട്ടുണ്ട്. ആ അട്ടയായി വന്നതിനാണ് പ്രാധാന്യം. വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള, ധന്വന്തരി മൂർത്തിയുടെ കയ്യിലുള്ള അട്ട എൻ്റെ രോഗങ്ങളാകുന്ന, എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, ക്യാൻസറുണ്ട്, എല്ലാ രോഗങ്ങളും എനിക്കുണ്ടെങ്കിൽ എൻ്റെ രോഗങ്ങളാകുന്ന ദുഷിച്ച രക്തത്തെ ധന്വന്തരി ഭഗവാന്റെ കയ്യിലുള്ള അട്ട ആ ദുഷിച്ച രക്തത്തെ വലിച്ചെടുക്കുന്നു എന്ന സങ്കല്പത്തോടു കൂടി അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന മന്ത്രം ജപിച്ചാൽ മതി. അല്ലെങ്കിൽ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ ഈ മന്ത്രം ജപിച്ചാൽ മതി. ഈ 3 ദേവതമാരെ ദേവി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മഹാരോഗാസ്ത്രം ഭണ്ഡൻ പ്രയോഗിച്ച സമയത്ത് ദേവി ഈ 3 ദേവതമാരെ സൃഷ്ടിക്കുകയും അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു ഈ സേനയുടെ രോഗം മുഴുവൻ മാറ്റിക്കൊടുക്കുക. ഈ 3 ദേവതമാരാണ് ഇവരുടെ രോഗത്തെ മാറ്റിയത്. ഈ മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മളുടെയും രോഗങ്ങൾ മാറ്റാൻ പറ്റും. അടുത്തതാണ് ആയുർനാശാസ്ത്രം. ആയുസ്സിനെ നശിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്ന അസ്ത്രം. ആ സമയത്ത് ദേവി കാലസംഘർഷണി മഹാസ്ത്രത്തെ പ്രയോഗിച്ചു. ആസുരാസ്ത്രം അവസാനം 10ാമത്തേതായി ഭണ്ഡൻ പ്രയോഗിച്ചതാണ് ആസുരാസ്ത്രം. ഈ ആസുരാസ്ത്രം പ്രയോഗിച്ച സമയത്താണ് ഉള്ള അസുരന്മാർ മുഴുവനും ജനിച്ചത്. മധു, കൈടഭൻ, ശുംഭൻ, നിശുംഭൻ, ചണ്ഡൻ, മുണ്ടൻ, ധൂമ്രലോചനൻ, രക്തബീജൻ, മഹിഷൻ, ഭണ്ഡൻ എല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പുറത്തേക്ക് വന്ന സമയത്ത് ദേവി അട്ടഹാസത്തോടുകൂടി ശബ്ദമുണ്ടാക്കിയ സമയത്താണ് സാക്ഷാൽ ദുർഗാദേവി അവതരിച്ചത്. ആ ദുർഗാദേവിയാണ് ഈ 10 അസുരന്മാരെ കൊല്ലുന്നത്. ഈ ഒരു വിഷയമാണ് ദുർഗാ സപ്തശതി ദേവി മഹാത്മ്യത്തിൽ
മഹർഷി രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇതാണ് ദേവി മഹാത്മ്യം. അവസാനം മൂകാസ്ത്രം പ്രയോഗിച്ചു ഭണ്ഡൻ. മൂകരായി ശക്തിസേനകളുടെ ശബ്ദം നശിച്ചു, അവർക്ക് സംസാരിക്കാൻ പറ്റാതെയായി. ഈ സമയത്ത് വാഗ്വാദിനി എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചു. ഇത് ലളിതോപാഖ്യാനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അടുത്തത് തസ്കരാസ്ത്രം. വേദങ്ങൾ മുഴുവനും മോഷ്ടിച്ചെടുത്തു. ആ സമയത്ത് വലത്തെ കൈയിൻ്റെ പെരുവിരലിൽ നിന്നും ആദിനാരായണമൂർത്തിയെ സൃഷ്ടിച്ചു ദേവി. ആ ദേവതയാണ് ജ്ഞാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ദേവത. വേദങ്ങളെ സ്വീകരിച്ചു. അടുത്തത് അർണവാസ്ത്രം, സാഗരാസ്ത്രം. എല്ലാം ജലത്തിൽ മുങ്ങി. ദേവിയുടെ സേന മുഴുവനും ജലത്തിൻ്റെ അകത്തായി. ഈ സമയത്ത് വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൂടിയാണ് ആദികൂർമ്മത്തെ സൃഷ്ടിച്ചത്. ആ ആദികൂർമ്മമാണ് ഈ ദേവതാസൈന്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്നത്. അടുത്തത് ഹിരണ്യാക്ഷ മഹാസ്ത്രത്തെ പ്രയോഗിച്ചു. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസ്ത്രം നടുവിരൽ നഖത്തിൽ നിന്നും ആദിവരാഹമൂർത്തിയെ സൃഷ്ടിച്ചു. ഹിരണ്യാക്ഷനെ കൊന്നു. അനേകം ഹിരണ്യാക്ഷന്മാരെ, ഹിരണ്യകശിപുമാരെയാണ് ഭണ്ഡാസുരൻ സൃഷ്ടിച്ചത്. ആ എല്ലാ അസുരന്മാരെയും നരസിംഹം എന്ന് പറയുന്ന മൂർത്തിയാണ് കൊന്നുകളഞ്ഞത്. മഹാബലീന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. വലത് ചെറുവിരലിൽ നിന്നും വാമനമൂർത്തിയെ ഉത്ഭവിപ്പിച്ചു. മഹാബലിയും വാമനമൂർത്തിയും തമ്മിൽ. അവസാനം മോഹാസ്ത്രം പ്രയോഗിച്ചു ഭണ്ഡൻ. മൊത്തം 20 അസ്ത്രങ്ങളാണ് ഭണ്ഡാസുരൻ പ്രയോഗിച്ചത്. ഈ മോഹാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ദേവി ശാംഭവാസ്ത്രം പ്രയോഗിച്ചു. ഈ 20 അസുരന്മാരും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ളവരാണ്. ഈ അസുരന്മാർ നമ്മളെ കൊണ്ട് നമ്മളുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ സാധ്യമാകുന്നില്ല. ഇത് നശിപ്പിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം തന്നെ ഉണ്ടായിരിക്കണം. 20 അസ്ത്രങ്ങളും സാധകനിൽ സാധനാ കാലഘട്ടത്ത് സംഭവിക്കുന്ന വിഘ്നങ്ങളാണ്, ആ അജ്ഞാനങ്ങളാണ്. അതിന് ഭഗവതിയുടെ അനുഗ്രഹം തന്നെ വേണം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധകനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭക്തനായിരിക്കുന്ന ഉപാസകനായിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന ഈ 20 അസുരന്മാരെയും മോചിപ്പിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ ആ ധ്യാന ശ്ലോകങ്ങൾ മാത്രമൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ധ്യാന ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 4 ധ്യാന ശ്ലോകങ്ങളാണ്. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ. ഒരു സ്തോത്രം പാരായണം ചെയ്യുന്ന സമയത്ത് ആ സ്തോത്രം ഉണ്ടാക്കിയ ഋഷിമാരെയാണ് ആദ്യം സ്മരിക്കേണ്ടത്. ഋഷിം ന്യസേത് മൂർധിനി ദേശേ, ഇങ്ങനെ ഒരു മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ശിരസിൽ സ്പർശിച്ചുകൊണ്ടാണ് ആ ഋഷീശ്വരന്മാരെ സ്മരിക്കേണ്ടത്. ഋഷിം ന്യസേത് മൂർധിനി ദേശേ ഛന്ദസ്തു മുഖപങ്കജേ. ഛന്ദസ്, ഒരു സ്തോത്രത്തിന് ഒരു ഛന്ദസ് ഉണ്ടായിരിക്കും, ഒരു ഈണമുണ്ടായിരിക്കും. അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ചുണ്ടിലാണ് സ്പർശിച്ച് സ്മരിക്കേണ്ടത്. ഈണം തെറ്റിപ്പോകരുത്. അനുഷ്ടുപ് വൃത്തത്തിലാണ് ഈ കൃതിയെങ്കിൽ അത് അനുഷ്ടുപ് വൃത്തം തെറ്റിപ്പോകരുത്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഈ രീതിയിൽ തന്നെയാണ് അനുഷ്ടുപ് വൃത്തത്തിൽ എഴുതി വച്ചിരിക്കുന്ന സ്തോത്രങ്ങൾ പാരായണം ചെയ്യുവാൻ. അതിനുവേണ്ടി ഈണം തെറ്റിപ്പോകരുത്. അതിൻ്റെ സ്മരണം ചുണ്ടിലാണ്. സലൈവ തൊടാൻ പാടില്ല. ചുണ്ടിൽ, മേൽചുണ്ടിൽ ഒന്ന് സ്പർശിക്കുക മാത്രം ചെയ്യുക. ഋഷി, ഛന്ദസ്, ദേവത. ദേവത ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത് എന്ന് ഗീതോപദേശ സമയത്ത് കൃഷ്ണൻ അർജുനോട് പ്രത്യേകം പറയുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹേ അർജുന, ഈശ്വര ഹൃദ്ദേശേ ഏവ തിഷ്ഠതി. ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈശ്വരനെ, ദേവതയെ നമ്മൾ സ്മരിക്കുന്നു. ദേവതാം ഹൃദയേ ചൈവ ബീജം തു ഗുഹ്യദേഹകേ. ബീജത്തെ നമ്മൾ നമ്മുടെ ഗുഹ്യഭാഗത്ത് ആ വസ്ത്രത്തിന് മുകളിൽ തൊട്ടുകൊണ്ട് സ്മരിക്കുന്നു.
ശക്തിം ച പാദയോശ്ചൈവ, രണ്ട് കാലുകളിലാണ് ശക്തിയെ സ്മരിക്കേണ്ടത്. സർവാംഗേ കീലകം ന്യസ്യത്, കീലകം എല്ലാ അംഗങ്ങളിലും സ്മരിക്കുന്നു. ഇതൊരു സാധാരണക്കാരന് ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം ഓർക്കുക. മന്ത്രോപദേശം ചെയ്ത ഗുരുവിൽ നിന്നും ലളിതാ സഹസ്രനാമം ഉപദേശം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഈ ന്യാസം പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ന്യാസം വേണ്ട. എങ്ങനെയാണ്? ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയഃ, വശിന്യാദി വാഗ്ദേവതകൾ, അവരോടാണ് ദേവി പറഞ്ഞത്, മനുഷ്യർക്ക് മുക്തി കിട്ടുവാൻ വേണ്ടി എൻ്റെ 1000 നാമങ്ങൾ നിങ്ങൾ രചിക്കുക. അങ്ങനെയാണ് വശിന്യാദി വാഗ്ദേവതമാര്. ഇവരെവിടെയാണ് ഇരിക്കുന്നത്? ശ്രീചക്രത്തിൻ്റെ 7ാമത്തെ ചുറ്റിലാണത്. അഷ്ടാര ചക്രത്തിലാണ് ഇവരിയ്ക്കുന്നത്. സർവരോഗഹര ചക്രത്തിലാണ് ഈ വശിന്യാദി വാഗ്ദേവതകളുടെ സ്ഥിതി. അവരുടെ പേരുകളാണ് വശിനി, കാമേശി അഥവാ കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗലിനി. മൂലപ്രകൃതിയായ പരാശക്തിയെയാണ് ധ്യാനിക്കുന്നത്. മൂലപ്രകൃതി രീതി ധ്യാനം. പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിരിക്കുന്ന മൂലപ്രകൃതിയായിരിക്കുന്ന ദേവിയെ ഞാനിവിടെ സ്മരിക്കുന്നു. വാഗ്ദേവത ഋഷയഃ അനുഷ്ടും ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. ചില പുസ്തകങ്ങളിൽ ത്രിപുരസുന്ദരി ദേവത എന്ന് കാണാം ലളിതാ സഹസ്രനാമത്തിൽ. ഇത് രണ്ടും ഒരു ദേവി തന്നെയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഹോമകുണ്ഡത്തിൽ നിന്നും പുറത്തു വന്ന ദേവി മഹാത്രിപുരസുന്ദരി ആയിരുന്നു. ഈ ദേവിക്ക് 25 നാമങ്ങളാണുള്ളത്. ലളിതാദേവി, ലളിത, ത്രിപുര സുന്ദരി, ത്രിപുരസുന്ദരി, മഹാത്രിപുരസുന്ദരി, ലളിത ഭട്ടാരിക. 25 നാമങ്ങൾ പര്യായങ്ങളായുണ്ട്. ഈ ഏത് പര്യായം എടുത്തു കഴിഞ്ഞാലും ഒരു ദേവി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ചില ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ മഹാത്രിപുരസുന്ദരി ദേവത എന്ന് എഴുതിയിട്ടുണ്ട്. ചില ലളിതാ സഹസ്രം സ്തോത്രത്തിൽ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ശ്രീമദ് വാഗ്ഭവ കൂടേതി ബീജം, മധ്യ കൂടേതി ശക്തി, ശക്തി കൂടേതി കീലകം, മൂലപ്രകൃതി ധ്യാനം. പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. ലളിതാ സഹസ്രനാമത്തിൻ്റെ രഹസ്യം മുഴുവൻ കിടക്കുന്നത് ഈ മന്ത്രത്തിലാണ്. ഈ മന്ത്രം എന്ന് പറയുന്നത് ദേവിയുടെ ശരീരമാണ്. മൂലമന്ത്രാത്മിക എന്ന് നാമമുണ്ട്. മൂലകൂടത്രയ കളയപര എന്ന് ദേവിക്ക് നാമമുണ്ട്. ഇത് 3 കൂടങ്ങളാണ്. വാഗ്ഭവകൂടം, ശക്തികൂടം, മധ്യകൂടം. ഇത് മുഴുവനും സാധാരണ ഭക്തന്മാർ മനസ്സിലാക്കണമെന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവർക്ക് ധ്യാനസങ്കല്പം ചെയ്യാം. ശ്രീ ലളിത മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധിദ്വാര, ദേവിയുടെ പ്രസാദം സിദ്ധിക്കുവാൻ വേണ്ടി സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുവാൻ വേണ്ടി എനിക്ക് സമ്പത്ത് വേണം, എൻ്റെ വിവാഹം നടക്കണം, എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് സന്താനം ജനിക്കണം, എനിക്ക് നല്ലൊരു വീട് വെക്കണം, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരണം. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പോകുന്നത് എന്ന ധാരണയോടുകൂടി ഇത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആ ധ്യാനം 4 ധ്യാന ശ്ലോകങ്ങളാണ്. ഇതിൽ 2 കൈകളുള്ള ദേവിമാരുണ്ട്, 4 കൈകളുള്ള 2 ധ്യാനമുണ്ട്. സിന്ദൂരാരുണ വിഗ്രഹം, സിന്ദൂരം, ചുവന്ന കുങ്കുമം പോലെ നിറമുള്ള വിഗ്രഹം, ശരീരത്തോടു കൂടിയവളാണ് ദേവി. ത്രിനയനാം, 3 കണ്ണുകളാണ് ദേവിക്കുള്ളത്. മാണിക്യ മൗലി സ്ഫുരത്താരാനായക ശേഖരാം, മാണിക്യം ധരിച്ച കിരീടം, അതിൻ്റെ മുകളിൽ താരാനായക ശേഖരനുണ്ട്. താരാനായകൻ നക്ഷത്രങ്ങളുടെ നായകൻ ചന്ദ്രൻ. ആ ചന്ദ്രനെ അലങ്കാരമാക്കി ദേവിയുടെ കിരീടത്തിൻ്റെ മുകളിൽ മാണിക്യരത്നം പതിച്ച രത്നത്തിൻ്റെ മുകളിലിരിക്കുന്ന ചന്ദ്രക്കലയോട് കൂടിയവളാണ് ദേവി. മാണിക്യ മൗലി സ്ഫുരത്ത്, സ്ഫുരത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന. താരാനായക ശേഖരനുണ്ട്, അവിടെ ചന്ദ്രനുണ്ട്. സ്മിതമുഖിയും, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. ആപീന വക്ഷോരുഹാം, വക്ഷോരുഹം, വക്ഷത്തിൽ രോഹനം ചെയ്തത്. നെഞ്ചിൽ രോഹനം ചെയ്യുക, നെഞ്ചിൽ മുളയ്ക്കുക എന്ന് പറയുമ്പോൾ മാറിടങ്ങൾ,
അതെങ്ങനെയാണ്? ആപീനവക്ഷം. ആപീനം തടിച്ച സുന്ദരമായ ഉറച്ച മാറിടങ്ങളോട് കൂടിയ ദേവിയാണ്. സാമുദ്രിക ലക്ഷണപ്രകാരം ഓരോ സ്ത്രീയുടെയും അവയവത്തിന് പ്രത്യേകം ലക്ഷണമുണ്ട്, അളവുണ്ട്. വൃത്താകാരം എത്രയാണ്, ഇതിൻ്റെ ഘനം എത്രയാണ്, ഇതെല്ലാം കൃത്യമായ അളവാണ്. ആ സാമുദ്രിക ശാസ്ത്രപ്രകാരമുള്ള ലക്ഷണമൊത്ത 2 തടിച്ച ഉറച്ച മാറിടങ്ങളാണ് ദേവിക്കുള്ളത്. ആപീന വക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്ന ചഷകം രക്തോത്പലം. 2 കൈകളുള്ള ദേവിയെയാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. 2 കൈകളിൽ പാണിഭ്യാം, 2 കൈകളിൽ, ഒരു കൈയിൽ അളിപൂർണരത്ന ചഷകം. അളി വണ്ട്. ഈ വണ്ടുകൾ ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം, രത്നചഷകം, രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ചഷകം എന്ന് പറയുന്ന ഒരു പാത്രം. അതിൽ മദ്യപാത്രം എന്നും ഒരർത്ഥം തേൻ നിറച്ച പാത്രം. തേനുണ്ടെങ്കിലും വണ്ടുകൾ വരും, മദ്യമുണ്ടെങ്കിലും വരും. ഒരു പാത്രം ഒരു കയ്യിലുണ്ട്. രക്തോത്പലം, ചുവന്ന ഉൽപ്പലം, കരിങ്കുവളപ്പൂവ് പിടിച്ചിരിക്കുന്ന ഒരു കൈയോട് കൂടിയ ദേവി. ഈ ദേവിക്ക് 2 കൈകളാണ്. ഒരു കൈയിൽ തേൻ നിറച്ച പാത്രം അല്ലെങ്കിൽ മദ്യപാത്രം, അവിടെ വണ്ടുകൾ ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൈ രക്തോത്പലമാണ്. ഈ 2 കൈകളുള്ള ദേവിയാണ്. ബിഭ്രതിയും ധരിക്കുന്നവളാണ്. സൗമ്യ, മുഖം കാണുമ്പോൾ തന്നെ ഒരു സൗമ്യ സ്വഭാവമാണ്. യുദ്ധത്തിന് പുറപ്പെടുന്ന ദേഷ്യപ്പെട്ടുള്ള രൗദ്ര സ്വഭാവത്തോടു കൂടിയ ദേവിയല്ല ഇത്. രത്നഘടസ്ഥ രക്തചരണം, രത്നക്കുടത്തിൽ, രത്നങ്ങൾ നിറച്ച കുടത്തിൽ അല്ലെങ്കിൽ രത്നങ്ങൾ പതിച്ച കുടത്തിൽ കാല് വച്ചിരിക്കുകയാണ്. ഘടസ്ഥ രക്തചരണം, ചുവന്ന കാലുകളാണ് ദേവിയുടെ. ആ ചുവന്ന കാലുകളുള്ള ദേവിയെ, പരാം അംബികാം, ശ്രേഷ്ഠമായിരിക്കുന്ന ദേവിയെ ധ്യാനിച്ചു കൊള്ളണം. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ആ ദേവിയുടെ ഭാവം എങ്ങനെയാണ്? ധ്യാന ശ്ലോകത്തിലാണ് ദേവിയുടെ ഭാവം ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ വേണ്ടി. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ധ്യായേത് പത്മാസനസ്താം, ധ്യാനിക്കണം. പത്മാസനസ്താം, താമരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വികസിതവദനാം, മുഖം വികസിച്ച, പുഞ്ചിരിക്കുന്ന വികസിച്ച മുഖമാണ് ദേവിക്കുള്ളത്. പത്മപത്രായതാക്ഷിയും, പത്മപത്രം താമര പൂവിൻ്റെ ഇതള് പോലെ നീണ്ട സുന്ദരമായ കണ്ണുകളോട് കൂടിയവളാണ് ദേവി. ഹേമാഭാം, സ്വർണ്ണ നിറമാണ് ദേവിക്ക്. പീതവസ്ത്രാം, മഞ്ഞ നിറത്തോടു കൂടിയവളാണ് ദേവി. കരകലിത ലസത് ഹേമപത്മാം വരാംഗീം, കരകലിത ലസത്ത്, കരത്തിൽ കലിതമായിരിക്കുന്ന, ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഹേമപത്മാം, താമര നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ദേവി പിടിച്ചിരിക്കുന്നത്. ഹേമപത്മമാണ്, സ്വർണ്ണ താമരയാണ് ദേവിയുടെ കയ്യിലുള്ളത്. വരാംഗീം, ശ്രേഷ്ഠമായിരിക്കുന്ന ശരീരത്തോടു കൂടിയ ദേവിയാണ്. സർവാലങ്കാരയുക്ത, എല്ലാ അലങ്കാരങ്ങളോടും കൂടിയതാണ് ദേവി. സതതം അഭയദാം, എപ്പോഴും അഭയമുദ്ര പിടിച്ച് ഭക്തന്മാർക്ക് അഭയം ദാനം ചെയ്യുന്നവളാണ് ദേവി. ഭക്ത നമ്രാം ഭവാനിയും, ഭക്തന്മാരെ എപ്പോഴും നമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയെ എപ്പോഴും ഭക്തന്മാർ നമിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വഭാവത്തോടു കൂടിയ ദേവിയാണ്. ഭവാനിയും ശ്രീവിദ്യാം, ശ്രീവിദ്യ മന്ത്രസ്വരൂപിണിയാണ് ദേവി. പഞ്ചാക്ഷരി മന്ത്രം, 15 അക്ഷരങ്ങളുള്ള ഈ ദേവിയുടെ ശരീരം, അതാണ് വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം, മൂലകൂടത്രയ കളേബരം ശരീരം. അതിലെ 15 മന്ത്രമാണ് ദേവിക്കുള്ളത്. അത് ശ്രീവിദ്യാ മന്ത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ശ്രീവിദ്യയെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. ശാന്തമൂർത്തിയാണ് ദേവി, രൗദ്ര സ്വഭാവമില്ല. സകല സുരനുതാം, എല്ലാ ദേവന്മാരും നമിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയാണിത്. സർവസമ്പത് പ്രദാത്രിയും, എല്ലാ സമ്പത്തും ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ദേവിയെയാണ് ഞാൻ സ്മരിക്കുന്നത്. അടുത്ത ധ്യാന ശ്ലോകമാണ് സകുങ്കുമ വിലേപനാം. കുങ്കുമച്ചാറണിഞ്ഞത് അല്ലെങ്കിൽ സിന്ദൂരം ധരിച്ച ദേവി. അളിക ചുംബി കസ്തൂരികാം, അളിക തലമുടി. ദേവിക്ക് ഒരു കസ്തൂരി പൊട്ടുണ്ട്, നീണ്ട പൊട്ടാണത്. ആ കസ്തൂരി പൊട്ടിൻ്റെ അറ്റം ദേവിയുടെ നെറ്റിയുടെ മുകളിലുള്ള ആ മുടിയെ ചുംബിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ
നീളത്തിലുള്ള കസ്തൂരിപ്പൊട്ടിൻ്റെ അറ്റം ദേവിയുടെ തലമുടിയിൽ മുട്ടിയിരിക്കുന്നു എന്നർത്ഥം. അളിക ചുംബി കസ്തൂരിക. ഇനി അളി വണ്ട്. വണ്ടുകൾ ഇങ്ങനെ കസ്തൂരിയുടെ മണം ആസ്വദിക്കുവാൻ വേണ്ടി ദേവിയുടെ കസ്തൂരിപ്പൊട്ടിൻ്റെ അടുത്ത് ചുംബിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട് തരത്തിലാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അളിക ചുംബി കസ്തൂരികാം എന്ന പദത്തിന്. സമന്ദഹസിതക്ഷണാം, മന്ദഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്ത് ദേവി പുഞ്ചിരിച്ചുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. സചാപ ശരചാപ പാശാങ്കുശാം. പാശം, അങ്കുശം, ശരം, വില്ല്, അസ്ത്രം, പാശം, അങ്കുശം. കയറിൻ്റെ കഷ്ണം പിടിച്ചിട്ടുണ്ട്, ഒരു തോട്ടി പിടിച്ചിട്ടുണ്ട്, അമ്പും വില്ലും പിടിച്ചിട്ടുണ്ട്. 4 കൈകളുള്ള ദേവിയെയാണ് ഇവിടെ സ്മരിക്കുന്നത്. അശേഷജനമോഹിനിയും, എല്ലാ മനുഷ്യരെയും മോഹിപ്പിക്കുന്നവളാണ് ദേവി. അരുണമാല്യഭൂഷാംബരാം, അരുണമാല്യഭൂഷോജ്വലാം. 2 പാഠമുണ്ട്, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്, അർത്ഥം ഒന്ന് തന്നെയാണ്. അരുണമാല്യം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള മാല്യം. ആ മാല, ചുവന്ന മാലയാണ് ദേവി ധരിച്ചിരിക്കുന്നത്. ജപാകുസുമ ഭാസുരാം. ജപാകുസുമം, ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവിന് ഒരു പ്രത്യേക ചുവന്ന നിറമാണ്. ഒരു മിനുസമുള്ള ചുമപ്പാണ് ചെമ്പരത്തിക്കുള്ളത്. ആ മിനുസമുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് ജപാകുസുമ ഭാസുരാം. അങ്ങനെ ശോഭിക്കുന്ന ദേവിയാണ്. ജപവിധവും, ജപവിധിയിൽ ഞാനിപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പോവുകയാണ്. ഈ ജപവിധി നടക്കാൻ പോവുകയാണ്. ആ ജപവിധിയെങ്കൽ അംബികാം സ്മരേത്. ത്രിപുരാംബികയെ, ത്രിപുരസുന്ദരിയെ, ലളിതാ പരമേശ്വരിയെ ഞാൻ ധ്യാനിക്കണം എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന ശ്ലോകം. അത് ചെറുതാണ്. അരുണാം കരുണാ തരംഗിതാക്ഷിയും. അരുണയാണ് ദേവി, ചുവന്ന നിറമാണ് ദേവിക്ക്. കരുണാ തരംഗിതാക്ഷിയാണ്. ദേവിയുടെ കണ്ണുകളിൽ നിന്നും കാരുണ്യമാണ് ഒഴുകി വരുന്നത്, വാത്സല്യമാണ്. ആ ഒരു അമ്മയുടെ വാത്സല്യം ദേവിയുടെ കണ്ണുകളിലുണ്ട്. എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഭക്തന്മാരെല്ലാവരും എൻ്റെ മക്കളാണ്. ആ മക്കളാണ്, അത് പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. എനിക്ക് അവരോടൊരു വാത്സല്യമുണ്ട്, കാരുണ്യമുണ്ട്. ആ കാരുണ്യം കണ്ണിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട്. കരുണാ തരംഗിതാക്ഷിയാണ് ദേവി. ധൃതപാശാങ്കുശ പുഷ്പബാണചാപ. ധൃതം ധരിച്ചിരിക്കുന്നു, പാശമുണ്ട്, കയറിൻ്റെ കഷ്ണമുണ്ട്, അങ്കുശം തോട്ടിയുണ്ട്, പുഷ്പബാണമുണ്ട്, ചാപമുണ്ട്, വില്ലുണ്ട്, അമ്പുണ്ട്. അണിമാതിഭിരാവൃതാം മയൂഖൈഹി. അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഇതൊക്കെ അഷ്ട ഐശ്വര്യങ്ങളാണ്. ഈ അഷ്ട ഐശ്വര്യങ്ങളാവുന്ന ദേവിമാരാൽ ചുറ്റപ്പെട്ടവളാണ്. അണിമാതിഭിഹി ആവൃതാം മയൂഖൈഹി. മയൂഖം എന്ന് പറഞ്ഞാൽ ആ പ്രകാശരശ്മികളാണത്. ആ രശ്മികളോട് കൂടിയ ദേവിയാണ്. മയൂഖൈഹി അഹമിത്യേവ വിഭാവയേ ഭവാനിയും. ഈ ലളിതാ സഹസ്രനാമത്തിലെ 4 ധ്യാന ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന ശ്ലോകമാണ് അവസാനത്തേതായ അരുണാം കരുണാ തരംഗിതാക്ഷിയും എന്ന് പറയുന്ന ധ്യാന ശ്ലോകം. ഈ ധ്യാന ശ്ലോകത്തിലുള്ള 4 വരികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വരിയാണ് അവസാനത്തെ വരിയായിരിക്കുന്ന അഹമിത്യേവ വിഭാവയേ ഭവാനിയും. ഞാൻ തന്നെയാണ് ദേവി. ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഞാൻ 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണെങ്കിലോ ആൺകുട്ടിയാണെങ്കിലോ ഞാനിപ്പോൾ ദേവി തന്നെയാണ് എന്ന് ഞാൻ ഭാവിച്ചു കൊള്ളണം. ഞാൻ 50 വയസ്സുള്ള അപ്പൂപ്പനാണമ്മയാണെങ്കിലോ 90 വയസ്സുള്ള അപ്പൂപ്പനാണമ്മയാണെങ്കിൽ ആരുമായിക്കോട്ടെ, ഞാനിപ്പോൾ സാക്ഷാൽ ലളിതാദേവി തന്നെയാണ്, സാക്ഷാൽ മഹാത്രിപുരസുന്ദരി തന്നെയാണ് ഞാൻ എന്ന ഭാവനയോടുകൂടിയാണ് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്. ഇത് പ്രത്യേകം നമ്മൾ ഓർക്കുക. നമശിവായ ജപിക്കാൻ പോവുകയാണെങ്കിലോ ശിവോ ഭൂത്വാ ശിവം യജേത്. തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു, ശിവനായി ഭവിച്ചുകൊണ്ടാണ് ശിവനെ പൂജിക്കേണ്ടത്, ദേവിയായി ഭവിച്ചുകൊണ്ടാണ് ദേവിയെ പൂജിക്കേണ്ടത്. അപ്പോൾ ഏതൊരു വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ പോവുകയാണെങ്കിൽ ഞാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ഈ ഭാവന നമുക്കുണ്ടായിരിക്കണം. പഞ്ചാക്ഷരം ജപിക്കാൻ പോവുകയാണ്, ശിവരാത്രിയാണ്, നാളെ പഞ്ചാക്ഷരം, ശിവന്റെ അഷ്ടോത്തരം, ശിവന്റെ സഹസ്രനാമം, മൃത്യുഞ്ജയ മന്ത്രം, ശിവപുരാണം, ഇതൊക്കെ നാളെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത്
ഞാൻ സാക്ഷാൽ പരമശിവൻ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ്. ശിവോ ഭൂത്വാ ശിവം യജേത്, ശിവനായി ഭവിച്ചുകൊണ്ടാണ് ശിവനെ പൂജിക്കേണ്ടത്. ഞാൻ ലളിതാദേവി തന്നെയാണ് എന്ന ഭാവനയോടുകൂടിയാണ് ഞാനിപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പോകുന്നത്. ഈ ഒരു ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ ദേവതയുമായി താതാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. സമയം അതിക്രമിക്കാറായിരിക്കുന്നു. നാളെ ശിവരാത്രി. ആ ശിവൻ്റെ ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ശിവരാത്രി ദിവസമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഗുരു ഒരു ശിവപ്രതിഷ്ഠ ചെയ്തത്. ശിവന്റെ മഹത്വം അറിയിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ശിവശതകം എന്ന് പറയുന്നൊരു ഗ്രന്ഥം രചിച്ചു. 100 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഗുരുദേവൻ ചെയ്തതാണ്. ആചാര്യസ്വാമികൾ, ജഗദ്ഗുരുവായി നമ്മൾ കണക്കാക്കുന്ന ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി എന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതി. 100 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ 63ാമത്തെ ശ്ലോകമാണ് ഒരു നടന്ന സംഭവം ആചാര്യസ്വാമികൾ വിവരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ശിവരാത്രി ആയതുകൊണ്ട് ആ പരമശിവനെ ഒന്ന് സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ ക്ഷേത്രത്തിലും ആ ദേവത ഉള്ളതാണ്. നാളത്തെ ശിവരാത്രി ദിവസം പുഷ്പാഞ്ജലിക്ക് പ്രാധാന്യം കുറവാണ്, നിവേദ്യം കൊടുക്കുന്നതിന് പ്രാധാന്യം കുറവാണ്. ഏറ്റവും പ്രാധാന്യം ഭക്തിക്കാണ് വേണ്ടത്. തീവ്രമായിരിക്കുന്ന ഭക്തിയോടുകൂടിയാണ് ദേവനെ ഉപാസിക്കേണ്ടത്. ശിവരാത്രി വ്രതം നാമ സർവപാപപ്രണാശനം, എല്ലാ പാപത്തെയും നശിപ്പിക്കാൻ പറ്റുന്നതാണ് ശിവരാത്രി വ്രതം. ഇത് വർഷപ്രാധാന്യമാണ്. 4 തരം ശിവരാത്രി വ്രതങ്ങളുണ്ട് എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ശിവപൂജ ചെയ്യുന്നത് ഒരു ശിവരാത്രി വ്രതമാണ്. മാസത്തിൽ എല്ലാ മാസവും കറുത്തപക്ഷത്തിലെ ചതുർദശി ദിവസം ചെയ്യുന്നത് ഒരു വ്രതമാണ്. എല്ലാ മാഘമാസത്തിലെയും പ്രഥമ മുതൽ ത്രയോദശി വരെ വ്രതമെടുത്തുകൊണ്ട് ചതുർദശിയിൽ പൂജ ചെയ്യുന്നത് ഒരു വ്രതമാണ്. ഇനി എല്ലാ ഹിന്ദുക്കളും ലോകമെമ്പാടും ചെയ്യുന്ന വർഷപ്രാധാന്യമായിരിക്കുന്ന ഒരു വ്രതമാണ് നാളെ ആചരിക്കുന്ന ശിവരാത്രി വ്രതം. ഇതിൽ ശിവഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം? ഇത് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി എന്ന ഗ്രന്ഥത്തിൽ 63ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. കാളഹസ്തി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ, തിരുപ്പതിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് കാളഹസ്തി. ആന്ധ്രാപ്രദേശത്തിലാണ് ഈ സ്ഥലം. അവിടെ ഒരു ഗുഹയുണ്ട്. പണ്ട് കാലത്ത് ആ ഗുഹയിൽ ഒരു പുരോഹിതൻ എല്ലാ ദിവസവും ഒരു ശിവലിംഗത്തിൽ പൂജ ചെയ്യുമായിരുന്നു. ഹവിസ്, കൂർച്ചം, വെള്ളം ഇതെല്ലാം പുരോഹിതൻ കൊണ്ടുപോകും. കൊണ്ടുപോയ വെള്ളം കൊണ്ട് ആ ശിവലിംഗം കഴുകി വൃത്തിയാക്കും. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിവേദ്യം കൊടുക്കും, പുഷ്പാർച്ചന ചെയ്യും. കൂർച്ചം ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് പൂജ അവസാനിപ്പിക്കുന്നു. എല്ലാ ദിവസവും ഈ പുരോഹിതൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഈ കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാട്ടാളൻ, ഒരു വേടൻ ഈ പുരോഹിതനെ കാണുകയുണ്ടായി. ഈ പുരോഹിതൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് നോക്കിയ സമയത്ത് ഇയാൾ ഒരു ഗുഹയിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ പുരോഹിതനെ ഈ വേടൻ പിന്തുടർന്നു. ഇങ്ങനെ ഗുഹയിലേക്ക് കയറിപ്പോയ സമയത്ത് അവിടെ ഒരു വിജനം, ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ശിവലിംഗമുണ്ട്. ഈ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ശിവലിംഗം കഴുകുന്നു, ചന്ദനം പൂശുന്നു, ഭസ്മം പൂശുന്നു, പുഷ്പമാല അർച്ചിക്കുന്നു, നിവേദ്യം കൽപ്പിക്കുന്നു. വം അപാത്മന ജലം കൽപ്പയാമി, നിവേദ്യം കൽപ്പയാമി, ധൂപം കൽപ്പയാമി, ദീപം കൽപ്പയാമി, ഇതൊക്കെ കൽപ്പിക്കുന്നുണ്ട്, ഉപചാരം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഇത് ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഈ കാട്ടാളൻ അല്ലെങ്കിൽ വേടൻ ഇത് കാണുന്നു. ഈ പുരോഹിതൻ പോയതിനു ശേഷം വേടൻ ആ ശിവലിംഗം നോക്കുന്നു. ആദ്യമായി ഈ ശിവലിംഗം കണ്ട സമയത്ത് ഈ വേടന് അത്ഭുതമുണ്ടായി. ഭഗവാനെ, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഈ കാടിൻ്റെ ഉള്ളിലുള്ള ദേവത അങ്ങ് തന്നെയാണ് എന്നെനിക്ക് മനസ്സിലായി. 5 മിനിറ്റ് കൊണ്ട് മാത്രം ഇത് തീർക്കും. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ദേവത ഈ ശിവലിംഗം തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ലയോ ഭഗവാനെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും അങ്ങക്ക് പൂജ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഞാനും പൂജ ചെയ്യും. ഇങ്ങനെ
പുരോഹിതൻ കൊണ്ടുവന്ന നിവേദ്യം എടുത്തു മാറ്റി കൂർച്ചം വലിച്ചെറിഞ്ഞ് കളഞ്ഞു. വേടൻ എന്ത് ചെയ്തു? നല്ല മാനിൻ്റെ ഇറച്ചി, ഒരു മാനിനെ കൊന്ന് ഏത് ഭാഗത്താണോ ഏറ്റവും സ്വാദ് ഉള്ള ഇറച്ചി ഉള്ളത് എന്ന് പണ്ട് ശബരി പഴങ്ങൾ കടിച്ചു നോക്കി നല്ലത് വിഷാംശമില്ലാത്ത പഴങ്ങൾ സെലക്ട് ചെയ്ത് ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുത്തതുപോലെ ഈ വേടൻ ഈ മാനിൻ്റെ ഏത് ഭാഗത്തുള്ള മാംസമാണ് ഏറ്റവും നല്ല സ്വാദുള്ളത് എന്ന് കടിച്ച് ചവച്ചു തുപ്പി കളഞ്ഞു. പിന്നീടും കടിച്ചു നോക്കി നോക്കി എച്ചിലാക്കിയിരിക്കുന്ന ആ മാംസ കഷ്ണം ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. കഴുകുവാൻ വേണ്ടി വേടൻ എന്ത് ചെയ്തു? വായിലാണ് വെള്ളം എടുത്തു കൊണ്ടുവന്നത്. തൊട്ടടുത്തൊരു ജലാശയമുണ്ട്, ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അതിൽ നിന്ന് വായിൽ വെള്ളം കൊണ്ടുവന്ന് വിഗ്രഹം തുപ്പി കഴുകി വൃത്തിയാക്കി. കയ്യിലെ ഇറച്ചി കഷ്ണമാണ്, അതുകൊണ്ട് കൈകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 3-4 പ്രാവശ്യം വായിൽ വെള്ളം കൊണ്ടുവന്ന് തുപ്പി 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 ഈ വിഗ്രഹം എല്ലാം കഴുകി വൃത്തിയാക്കി. നല്ല മാനിൻ്റെ ഇറച്ചിയാണ് ഭഗവാനെ, ഭഗവാൻ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് ആ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ഈ ഇറച്ചി കഷ്ണം, ചോരയുള്ള ഫ്രഷായിട്ടെടുത്ത ഇറച്ചി കഷ്ണം വെച്ച് കൊടുത്തു. ഭഗവാൻ കഴിക്ക് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തെ കയ്യിൽ ചിരട്ട പോലുള്ള പാത്രത്തിൽ കുറച്ച് കാട്ടു തേൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു സോസും കൂടി കൊടുക്കുന്ന പോലെ ഈ ഇറച്ചി കഷ്ണം മാത്രം ഭഗവാന് തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഈ തേനും കൂടി ഒഴിച്ച് നല്ല മധുരമായിട്ട് അങ്ങോട്ട് കഴിക്ക് ഭഗവാനെ എന്ന് പറഞ്ഞ് തേനിൻ്റെ പാത്രം അവിടെ ഒഴിച്ചു കൊടുത്തു. ഇറച്ചി കഷ്ണവും തേനും കൂടി തിന്നു ഭഗവാനെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പുരോഹിതൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം വേടൻ്റെ പൂജ, പിറ്റേ ദിവസം പിന്നെ പുരോഹിതൻ പൂജ, പിന്നെ വേടൻ്റെ പൂജ. ഇങ്ങനെ രണ്ടുപേരുടെയും പൂജകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ പ്രാണനാഥ, അങ്ങ് 2 പൂജകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, ഇതിൽ ഏത് പുരോഹിതൻ്റെ പൂജയാണ് അങ്ങക്ക് ഇഷ്ടം? അപ്പോൾ പരമശിവൻ പറഞ്ഞു, ഇതിപ്പോൾ പറയാൻ സാധ്യമല്ല, 2 ദിവസത്തിനുള്ളിൽ നിനക്കത് മനസ്സിലാവും എന്ന് പാർവതിയോട് പരമശിവൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ സമയത്ത് മുഖ്യ പുരോഹിതൻ പൂജ കഴിഞ്ഞ് പോയതിനു ശേഷം, കാട്ടാളൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം കാട്ടാളൻ ശിവലിംഗം നോക്കി, നാളെ ഞാൻ വരാം, നാളെ ഇതിലും നല്ല മാനിൻ്റെ ഇറച്ചി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ഭഗവാന്റെ കണ്ണിൽ നിന്നും ചോര വരുന്നു. ഒരു കണ്ണിൽ നിന്നും ചോര വരുന്നു. ഇത് ഈ വേടനാകുന്ന പുരോഹിതൻ കണ്ടു. ഭഗവാൻ എന്ത് പറ്റി ഭഗവാനെ? ഭഗവാന്റെ കണ്ണിൽ നിന്നും ചോര വരാൻ പാടില്ല, ഞാൻ എൻ്റെ കണ്ണ് ഭഗവാന് തരാമെന്ന് പറഞ്ഞ് ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത്, കത്തി കയ്യിലുണ്ടായിരുന്നു, വേഗം തന്നെ ഒരു വേടൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ഭഗവാന്റെ കണ്ണിൽ വെച്ച് കൊടുത്തു. എൻ്റെ കണ്ണ് പോയാലും വേണ്ടില്ല, ഭഗവാന്റെ കണ്ണിനൊരു ദോഷം വരരുത്. ശരി, നാളെ കാണാം ഭഗവാനെ എന്ന് പറഞ്ഞ് പോകാൻ നേരത്താണ് ഭഗവാന്റെ 2ാമത്തെ കണ്ണിൽ നിന്നും ചോര വരുന്നു. ഇനി എന്താ ഞാൻ ചെയ്യുക? എൻ്റെ 2ാമതൊരു കണ്ണ് എനിക്കുണ്ട്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണ് ചൂഴ്ന്നെടുക്കുവാൻ പരിശ്രമിക്കുന്ന സമയത്ത് പരമശിവന്, മഹാദേവന് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയും 2ാമത്തെ കണ്ണ് എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേടൻ്റെ പേരായിരുന്നു തിണ്ണപ്പൻ. മാംസം, ഈ മാനിൻ്റെയൊക്കെ മാംസം തിന്ന് സുഖിക്കുന്ന ആ തിണ്ണപ്പൻ എന്ന പേരുള്ള തിണ്ണപ്പൻ അന്നു മുതൽ കണ്ണ് ദാനം ചെയ്ത കണ്ണപ്പനായി മാറി. കൂർച്ചത്തിന് പകരം കാട്ടാളൻ എന്താ ചെയ്തേ? ചെരുപ്പുകൾ കൂട്ടി വെച്ചു. പൂജാരി ദർഭം 3 ചുറ്റാക്കി കെട്ടി ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചത് എടുത്തു കളഞ്ഞതിന് ശേഷം കാട്ടാളൻ ആ നടന്നു വന്ന ചെരുപ്പുകൾ 2 അതാണ് ആചാര്യസ്വാമികൾ എഴുതി വെച്ചിരിക്കുന്നത്. മാർഗാവർത്തിത പാതുകാഹ പശുപതേഹേ അംഗസ്യ കുർച്ചായതേ. വഴിയിൽ ആവർത്തിച്ച് നടന്ന് തേയ്മാനം സംഭവിച്ച 2 ചെരുപ്പുകൾ, വേടന്റെ ചെരുപ്പുകൾ കൂർച്ചായമാനമായിരിക്കുന്നു, കൂർച്ചത്തിന് പകരമായി വെച്ചിരിക്കുന്നു. ഗണ്ടൂഷാമ്പു നിഷേചനം, വായിൽ കുലുക്കുഴിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന, കവിളിൽ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളം അഭിഷേക ജലമായി മാറിയിരിക്കുന്നു. ഗണ്ടൂഷാമ്പു നിഷേചനം പുരരിപോഹോ നവ്യാഭിഷേകായതേ. കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കബളം. കിഞ്ചിത് ഭക്ഷിതം, കുറച്ച് കടിച്ച് നോക്കി തിന്ന് എച്ചിലാക്കിയിരിക്കുന്ന മാംസത്തിന്റെ കഷണം നവ്യോപഹാരായതേ, ശുചി നിവേദ്യമായി മാറിയിരിക്കുന്നു. തിടപ്പള്ളിയിൽ നിന്നും അരി പകുതി വേവിച്ച് ദേവതയുടെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുള്ള ആ നിവേദ്യം നമ്മൾ നോക്കാൻ പാടില്ല. അതാണ് നിവേദ്യമാണ് മാറി നിൽക്കൂ എന്ന് പറയുന്നത്. നമ്മൾ നോക്കി കണ്ണുവെക്കാൻ പാടില്ല.
അതിൽ നെഗറ്റീവ് എനർജി പാസ് ചെയ്യരുത്. ശുദ്ധമായ നിവേദ്യമാണ്, ശുചി നിവേദ്യമാണ്. ഈ നിവേദ്യം ഈ ഇറച്ചി കഷ്ണമായി മാറിയിരിക്കുന്നു. ഭക്തിക്കിന്ന കരോത്യഹോ വനചരോ ഭക്താപതംസായതേ. ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തത് എന്താണുള്ളത്? ഈ വേടൻ ഭക്തശ്രേഷ്ഠനായി മാറിയിരിക്കുന്നു. അങ്ങനെ പുഷ്പക വിമാനത്തിൽ പരമശിവനും വേടനും കൂടി സ്വർഗലോകത്തേക്ക്, കൈലാസത്തിലേക്ക് പോയി അവിടെ സുഖമായി ജീവിച്ചു എന്നാണ് കഥ പറയുന്നത്. ഈ ഒരു തീവ്ര ഭക്തി നാളത്തെ ശിവരാത്രി വ്രതത്തിൽ നമ്മൾക്കുണ്ടായിരിക്കണം. ആ പഞ്ചാക്ഷര മന്ത്രം അല്ലെങ്കിൽ ശിവന്റെ അഷ്ടോത്തരം ഇതെല്ലാം ജപിച്ച് നാളെ ഒരു ദിവസത്തെ ശിവരാത്രി വ്രതം കൊണ്ട് പല പാപങ്ങളും നമുക്ക് നശിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ശിവഭഗവാന്റെയും ലളിതാദേവിയുടെയും അനുഗ്രഹം ഓരോ ഭക്തനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ പറയുവാൻ അവസരം തന്ന ഈ ക്ഷേത്രത്തിൻ്റെ സത്രത്തിൻ്റെ സംഘാടകരോട്, പ്രധാനമായും സത്രാചാര്യൻ ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് രാമനാഥൻ സാറിനോട് ഹൃദയംഗമമായ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഇത് കേട്ടിരുന്ന സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭക്തജനങ്ങളോടും നന്ദി, നമസ്കാരം.